നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് പി ബ്ലോക്കിൽ നിന്ന് ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളാണ്. ഓക്കെ, അതായത് PSC എക്സാമിലും അതുപോലെ നീറ്റ് എക്സാമിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പി ബ്ലോക്കിന്റെ മുൻപത്തെ ക്ലാസ് കാണാത്തവർ അത് കാണുക. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ചോദ്യം നോക്കൂ. ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദ്യം. H2SO4, HNO3, HF, H2CrO4. ഇതിലേതാണ് ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ്? ഡയറക്റ്റ് ചോദ്യമാണ്. ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ് ഇതില് HF ആണ്. ഓക്കെ, HF ആണ് ഗ്ലാസിനെ ലയിപ്പിക്കുന്ന. നമ്മളിപ്പോ അറിയാം ഗ്ലാസ്സിലെ SiO2 ആണല്ലോ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ്. അതിനായിട്ട് എന്ത് HF ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, ഗ്ലാസിനെ ഡിസോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് HF. ഓക്കെ, അപ്പോ അത് ഒരു ഡയറക്റ്റ് ചോദ്യമാണ്, ഓർത്തു വെക്കുക. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് മോളിക്കുലാർ ക്രിസ്റ്റൽ? ഇതിൽ മോളിക്കുലാർ ക്രിസ്റ്റൽ ഏതാ? ഒന്ന് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഓപ്ഷൻ സി ഐസ്, ദെൻ കാർബറണ്ടം. ഇതിൽ ഏതാണ് മോളിക്കുലാർ ക്രിസ്റ്റൽ? യെസ്, മോളിക്കുലാർ ക്രിസ്റ്റൽ ആയിട്ട് വരുന്നത് ഐസ് ആണ്. ഓക്കെ, ബാക്കി ആളുകളൊന്നും എന്തല്ല, മോളിക്കുലാർ ക്രിസ്റ്റൽ അല്ല, അത് ഐസ് ആണ് ഇതിന് എക്സാമ്പിൾ. ഡയറക്റ്റ് ചോദ്യമാണ്. ഇനി അടുത്ത് നോക്കൂ. താഴെ പറയുന്നവയിൽ ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരി ആരാണ്? ഇവിടെ നമുക്ക് എന്താണ് ഓക്സി ആസിഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ ശക്തിയേറിയ നിരോക്സികാരി എന്നാ പറഞ്ഞത്. അപ്പൊ അത് ഏതാണ് പറയൂ? H3PO4 വന്നിട്ടുണ്ട്, H3PO2 വന്നിട്ടുണ്ട്, H3PO3, ദെൻ HClO4. അപ്പൊ ഏതാണ് വരിക? അപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ ക്രമം എങ്ങനെ വരും. H3 H3PO2 ആണെന്ത് റെഡ്യൂസിങ് പവർ കൂടിയ ആള്. അതിനുശേഷമാണ് H3PO3, പിന്നെ വരുന്നത് H3 ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇനി ഇതിന്റെ അസിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അസിഡിറ്റി ആർക്കാണുള്ളത്? അത് H3PO4-നാണ്. അതിന്റെ അസിഡിറ്റി നേച്ചർ നോക്കുകയാണെങ്കിൽ H3PO4-നാണ് ഏറ്റവും കൂടുതൽ അസിഡിക്, പിന്നെ H3PO3, പിന്നെ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് H3PO2. അതായത് നമുക്ക് അസിഡിറ്റി ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാൽ മതി. അതായത് സൺഡ്രൈ കിടക്കുന്ന ഫോസ്ഫറസ് ആണല്ലോ, ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി വരികയാണെങ്കിൽ അതിന്റെ അസിഡിക് നേച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ H3PO2 ആണെങ്കിൽ ഇവിടെ ഫോസ്ഫറസ് അല്ലേ സെൻട്രല്, അപ്പൊ അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്താ വരിക? നമുക്കറിയാം ഓക്സിജന്റേത് -2 ആണ്, അപ്പൊ -4 വരും. ദെൻ ഹൈഡ്രജന്റെ +1. അപ്പൊ ടോട്ടൽ നോക്കുമ്പോൾ ഫോസ്ഫറസിന്റെ H3PO2 എന്താ വരിക? ഓക്സിജൻ സ്റ്റേറ്റ് +1 ആണ് വരുന്നത് അല്ലേ. ഇനി നമ്മള് H3PO3 എടുക്കുകയാണെങ്കിലോ, H3PO3 നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ കേസിൽ ഫോസ്ഫറസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +3 ആണ് വരുന്നത്. ഇനി H3PO4-ലാണെങ്കിൽ +5 ആണ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓക്സിജൻ സ്റ്റേറ്റ് കൂടുതൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ H3PO4-ലാണ് എന്ത് അസിഡിക് നേച്ചർ. ഇപ്പൊ ഈ 3 അസിഡിക് നേച്ചർ കൂടുതൽ. ഇനിയിപ്പോ ഇവിടെ HClO4 വന്നിട്ടുണ്ടല്ലോ. ഈ HClO4-ൽ Cl ആണ് സെൻട്രലിലേക്ക് കിടക്കുന്നത്. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കൂ. HClO4-ല് നമുക്കറിയാം HClO4 ഓക്സിജന്റെ ഇവിടെ വരുമ്പോൾ 4 വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ -8 വരും. പിന്നെ ഹൈഡ്രജന്റേത് +1. അങ്ങനെയെങ്കിൽ ക്ലോറിന്റെ എത്ര വരണം? ക്ലോറിൻ്റെത് +7 വരണം, എന്നാലത് ബാലൻസ് ആവുള്ളൂ. അപ്പൊ ഇവിടെ എന്താ HClO4-ൽ എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 വരുന്നത് കൊണ്ട് തന്നെ ഇതായിരിക്കും ഇപ്പൊ 4 ഏറ്റവും കൂടുതൽ അസിഡിക് HClO4 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? അസിഡിക് നേച്ചർ അല്ല ചോദിച്ചിട്ടുള്ളത്, ഇതിന്റെ റെഡ്യൂസിങ് പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. റെഡ്യൂസിങ് പവർ കൂടുതലുള്ള ആർക്കാണ് ഇതിൽ? അത് H3PO2-നാണ്. ഓപ്ഷൻ ബി. അടുത്ത് നോക്കൂ. ഇത് 2016 HSK ചോദിച്ചതാണ്. ക്ലോറോ ഫ്ലൂറോ കാർബണിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഏത് വാതകമാണ് ഓസോൺ പാളിക്ക് ഹാനികരമായിട്ടുള്ളത്? അതിന് സിമ്പിൾ എന്താ, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം അതിൽ എന്താ ഉള്ളത്? ക്ലോറിൻ ആണല്ലോ. Cl2 ആണ് അതിന്റെ ആൻസർ. ദെൻ അടുത്ത് നോക്കൂ. പ്യുവർ സിലിക്കൺ ഏത് മൂലകം
SaCl4നെ നിരോക്സീകരിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. നമുക്ക് SaCl4നെ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സമയത്താണ് എന്ത് കിട്ടുക? പ്യുവർ സിലിക്കൺ ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് പൊതുവെ സിലിക്കണിന്റെ ആ ഒരു മെയിൻ പ്രോസസ് ആണ് ഇത് സീമെൻസ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സീമെൻസ് പ്രോസസ്. അതാണ് നമ്മളിപ്പോ എന്താ പറയാ പ്യൂറായിട്ട് സിലിക്കൺ ഇപ്പോ സെമി കണ്ടക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ സിലിക്കൺ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സീമെൻസ് പ്രോസസ്. അത് വേറെ മെത്തേഡാണ്. നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് SiCl4നെ നിരോക്സീകരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് റിഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏതാ? അതായത് ഇതിനെ 4 സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുക. ആ സമയത്ത് കിട്ടുന്നതാണ് ആര്? പ്യുവർ സിലിക്കൺ. Si നമുക്ക് സെപ്പറേറ്റ് കിട്ടും പ്ലസ് 4 NaCl. ഇങ്ങനെ അതിന്റെ റിയാക്ഷൻ വരുന്നത്. അതായത് നമുക്ക് ഇവിടെ എന്താ SiCl4ഉം സോഡിയം റിയാക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? പ്യുവർ സിലിക്കൺ കിട്ടി. ഓക്കെ, അപ്പം ഇവിടെ യൂസ് ചെയ്ത ആളാരാണ്? സോഡിയം. അടുത്ത് നോക്കൂ, അമോണിയാക്കൽ ബ്രെയിൻ ഉയർന്ന മർദ്ദത്തിൽ CO2വുമായി സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വെളുത്ത അവക്ഷിപ്തം ഏത്? ഇത് എസ് ബ്ലോക്കിൽ വന്ന ചോദ്യമാണ്, പക്ഷെ നമ്മള് അന്ന് വിട്ടുപോയ ചോദ്യങ്ങളിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കൂ, അമോണിയാക്കൽ ബ്രെയിൻ സൊല്യൂഷൻ പറഞ്ഞാൽ എന്താ? അമോണിയം ക്ലോറൈഡ് അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പം ഏതാണ് വരിക? CO2മായി സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത അവക്ഷിപ്തം. യെസ്, ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ്, NaHCO3 ആണെന്ത് ഇവിടെ ഉണ്ടാകുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, അതായത് നമ്മൾ ആ സോൾവേ പ്രോസസ് ഒക്കെ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ വരുന്നൊരു എന്താണെന്ത് ഒരു ഇന്റർമീഡിയറ്റ് ആണ് സോഡിയം ബൈകാർബണേറ്റ്. അടുത്ത നോക്കൂ, താഴെ പറയുന്നവയിൽ ഏത് വാതകത്തെയാണ് എളുപ്പം ദ്രാവകമാക്കാൻ പറ്റുന്നത്? ഇവിടെ നോക്കാം, തന്നിരിക്കുന്ന CO2, SO2, Cl2, NH3. ഇതിൽ 4 തന്നിരിക്കുന്നതിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ആളാരാണ്? അത് NH3 ആട്ടോ. NH3 ആണ് ആൻസർ. അടുത്തത്, സ്മോക്ക് സ്ക്രീനിന് ഉപയോഗിക്കുന്നത് അത് കാൽസ്യം ഫോസ്ഫൈഡ് ആണോ, സിങ്ക് സൾഫൈഡ് ആണോ, ദെൻ സോഡിയം കാർബണേറ്റ്, സിങ്ക് ഫോസ്ഫൈഡ്? ഇതിലേതാണ് വരിക? സ്മോക്ക് സ്ക്രീന് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്മോക്ക് സ്ക്രീൻ ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര്? ഫോസ്ഫീന്. ഓക്കെ, ഫോസ്ഫീന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആര് യൂസ് ചെയ്താലാണ് ഫോസ്ഫീന് കിട്ടുക? അതായത് PH3 ഫോം ചെയ്യുന്നത് ഇതിൽ ഏത് ആളെ യൂസ് ചെയ്താലാണ് കിട്ടുക? യെസ്, ഇതില് ഫോസ്ഫറസ് ഉള്ള കോമ്പൗണ്ട് ഇപ്പൊ എന്ത് സിങ്ക് ഫോസ്ഫൈഡ് ഉണ്ട്, കാൽസ്യം ഫോസ്ഫൈഡ് ഉണ്ട്. അപ്പൊ ഇതില് കാൽസ്യം ഫോസ്ഫൈഡ് യൂസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഫോസ്ഫീന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്മോക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ റിയാക്ഷൻ ജസ്റ്റ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ P2 ആണെന്ത് നമ്മുടെ കാൽഷ്യം ഫോസ്ഫൈഡ്. ഇത് H2 ആയിട്ട് എന്ത് നമ്മുടെ നീരവമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ H2 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് കാൽഷ്യം ഹൈഡ്രോക്സൈഡും കിട്ടും, CaOH2 കിട്ടും, പിന്നെ PH3 കിട്ടും. ഈ PH3 ആണ് എന്ത് നമ്മുടെ വൈറ്റ് അല്ലെങ്കിൽ എന്ത് സ്മോക്ക് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? ഈ PH3 ആണ് നമ്മൾ ഫോസ്ഫീൻ എന്ന് പറയാം. അപ്പോൾ സ്മോക്ക് സ്ക്രീനായി ഉപയോഗിക്കുന്നത് എന്താ? കാൽഷ്യം ഫോസ്ഫൈഡ് ആണ്. കാൽഷ്യം ഫോസ്ഫൈഡ് H2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോസ്ഫീന് കിട്ടും. ഓക്കെ, ഈ ഫോസ്ഫീന്റെ പ്രൊഡക്ഷൻ ആണ് ശരിക്കും സ്മോക്ക് ഉണ്ടാക്കുന്നത്. അടുത്ത നോക്കൂ, ദ ഡിസ്കവറി ഓഫ് ഫുള്ളറൈൻസ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് വിച്ച് സിഗ്നിഫിക്കന്റ് ഏരിയ ഇൻ മെറ്റീരിയൽ സയൻസ്? ഫുള്ളറൈൻസിന്റെ ഡിസ്കവറി എന്തിന്റെ ഡെവലപ്മെന്റ് സഹായിച്ചിട്ടുള്ളത്? യെസ്, അതിന് സിമ്പിൾ ചോദ്യമായിരുന്നു, നാനോ ടെക്നോളജി. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് വിത്ത് കാർബൺ നാനോ ട്യൂബ്? കാർബൺ നാനോ ട്യൂബുമായി ബന്ധപ്പെട്ടത് താഴ്ന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് എ സിംഗിൾ വാൾഡ്, ഓപ്ഷൻ ബി കൈറാൽ, സി ആം ചെയർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പൊ ഇതൊക്കെ എന്താണ്? കാർബൺ നാനോ ട്യൂബ്സിന്റെ ജസ്റ്റ് ഓരോ സ്ട്രക്ചേഴ്സ് പറഞ്ഞതാണ്. സിംഗിൾ വാൾഡ്, കൈറാൽ, ആം ചെയർ ഒക്കെ. അപ്പൊ ഇത് മൂന്നും തന്നെയാണ് കാർബൺ നാനോ ട്യൂബുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് ഏതെല്ലാം? ഓപ്ഷൻ 1 ക്യൂമീൻ, 2 ഫുള്ളറിൻ, 3 ഗ്രാഫ്. ഇതിൽ നിങ്ങൾക്ക് അറിയാം ഫുള്ളറിൻ എന്താണ്? അലോട്രോപ്പ് അല്ലേ? ആണ്. ഗ്രാഫൈറ്റ് അലോട്രോപ്പ് ആണോ? ആണ്. ഗ്രാഫീൻ അലോട്രോപ്പ് ആണ്. ഇനി ഡയമണ്ട് ഉണ്ട്, അതുപോലെ കാർബൺ നാനോട്രോപ്പ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യൂമീൻ എന്തല്ല? നമ്മുടെ
കാർബണിന്റെ അലോട്രോപ്പ് അല്ല. അപ്പൊ ആൻസർ വരുന്നത് 2, 3, 4. അതേതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഫുള്ളറീൻ, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ. അടുത്ത് നോക്കൂ. ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്? ഒലിയം നമ്മൾ പഠിച്ചു. നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമേഷനിൽ H2SO7 ഇതാണല്ലോ ഒലിയം. അപ്പൊ ഒലിയം ഏതിന്റെയാണ് ഗാഢത കൂടിയ രൂപമാണെന്നത്? സൾഫ്യൂരിക് ആസിഡിന്റെ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇതിന്റെ ആൻസർ എന്ത് പറയും? ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ്? ക്വാർട്സ് ക്രിസ്റ്റല് രാസപരമായിട്ട് ഏതാ? കാൽഷ്യം ഓക്സൈഡ് ആണോ? അല്ല. കാൽഷ്യം ഓക്സൈഡ് ക്വിക്ലൈം ആണ്, ഇതല്ല. കോപ്പർ ഓക്സൈഡ് ആണോ? CuO ആണോ? അതും അല്ല. അലുമിനിയം ഓക്സൈഡ് ആണോ? അല്ല. ഏതാണ് വരിക? സിലിക്കൺ ഡയോക്സൈഡ് ആണ് നമ്മുടെ ക്വാർട്സ് ക്രിസ്റ്റല്. കെമിക്കലി എന്താണ്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്, SiO2 ആണ്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യമാണ്. ഇപ്പൊ പി ബ്ലോക്ക് എന്നൊക്കെ ഉണ്ടോ, കുറെയൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അടുത്തത്, എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? എൻഡോസൾഫാൻ എന്താ ശരിക്കും? അത് ഒരു ഓർഗാനോ ക്ലോറിൻ ആണ് അല്ലേ? ഓർഗാനോ ക്ലോറിൻ ആണ് കെമിക്കലി എൻഡോസൾഫാൻ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, ലോഹദ്യുതിയുള്ള അലോഹം. ലോഹദ്യുതി പറഞ്ഞാൽ എന്താ? മെറ്റാലിക് ലസ്റ്റർ. നമുക്കറിയാം മെറ്റൽസിന്റെ പൊതുവെ ഒരു മെയിൻ പ്രോപ്പർട്ടി ആണ് എന്ത്? ഈ ആ ഒരു തിളക്കം കാണിക്കുന്നത് അല്ലേ, ലസ്റ്റർ കാണിക്കുന്നത്. അതേ പ്രോപ്പർട്ടി കാണിക്കുന്നത് ആരതില്? ബ്രോമിൻ അല്ല, കാർബൺ അല്ല, ഇതിൽ അയഡിൻ ആണ് മെറ്റാലിക് ലസ്റ്റർ കാണിക്കുന്നത്. അയഡിൻ പൊതുവെ സോൾഡ് അയഡിനൊക്കെ എടുക്കുകയാണെങ്കിൽ അത് പൊതുവെ എന്താണ്? അതിനൊരു തിളക്കം കാണപ്പെടുന്നുണ്ട്. അപ്പൊ അത് എന്ത്? അതിനെയാണ് നമ്മൾ ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ കാണിക്കുന്നവര് നോൺ മെറ്റൽ ആണ് ആര്? അയഡിൻ എന്ന് പറയുന്നത്. പിന്നെ ബ്രോമിൻ പറയുകയാണെങ്കിൽ എന്താണ്? ഒരു ലിക്വിഡ് സ്റ്റേറ്റ് കാണപ്പെടുന്ന ഒരു നോൺ മെറ്റൽ ആണ് ബ്രോമിൻ. ഫ്ലോറിൻ എന്താ? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. പിന്നെ കാർബൺ നിങ്ങൾക്ക് അറിയാലോ, കാർബൺ ഗ്രൂപ്പ് 14 അതുപോലെ തന്നെ എന്താ? കാർബണിനാണ് കാറ്റിനേഷൻ പവർ ഏറ്റവും കൂടിയ ആള് കാർബൺ. ഇനി അടുത്ത് നോക്കൂ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? ഇത് ഇങ്ങനെ PSC ചോദിക്കാറുണ്ട്. ഹൈഡ്രജൻ ആണോ? അല്ല. ഹൈഡ്രജൻ ആണ് ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ്. ഇനി നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ആരാ? നൈട്രജൻ ആണ്. അപ്പൊ ചോദ്യം എന്താണ്? അന്തരീക്ഷമല്ല, പ്രപഞ്ചമല്ല, ഭൂവൽക്കാണ് അല്ലേ? എർത്ത് ക്രസ്റ്റിലാണ് ചോദ്യം. എർത്ത് ക്രസ്റ്റില് ഏറ്റവും കൂടുതൽ ആരാണ്? ഓക്സിജൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി ഡാഷ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതാണ് സമ്പർക്ക പ്രക്രിയ? പറഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട് പ്രോസസ്. കോണ്ടാക്ട് പ്രോസസ് വരുന്നത് ഏതാ? സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, പിന്നെ ഇതിൽ കൊടുത്ത അമോണിയ നിർമ്മിക്കുന്നത് ഹേബർ പ്രോസസ് ആണ്. ദെൻ നൈട്രിക് ആസിഡിൻ്റെതാണ്, നമ്മുടെ നൈട്രിക് ആസിഡിന്റെ പേരാണ് ഓസ്വാൾഡ് പ്രോസസ്. അടുത്ത് നോക്കൂ. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ്. നേരത്തെ പറഞ്ഞു ഏതാ? അലോഹം ചോദിച്ചാൽ അത് ബ്രോമിൻ ആണ്. ലോഹം ചോദിച്ചാൽ എന്താ? ദ്രാവകാവസ്ഥയിലുള്ളത് മെർക്കുറിയാണ്. ഇനി നിറമില്ലാത്ത ഒരു സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, കോപ്പർ സൾഫേറ്റ്, അമോണിയം ഡൈക്രോമേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്. ഇതിൽ പറയൂ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഒന്ന്, കോപ്പർ സൾഫേറ്റ് പൊതുവെ എന്താ നിങ്ങൾക്ക് അറിയുന്നത്? അതെന്താ? നീല നിറം അല്ലേ കാണപ്പെടുക അല്ലേ? ഒരു ബ്ലൂ നിറത്തിലാണ് കോപ്പർ സൾഫേറ്റ്, അല്ലെങ്കിൽ ബ്രൈറ്റ് ബ്ലൂ നിറത്തിലാണ് എന്ത്? കോപ്പർ സൾഫേറ്റ് കാണപ്പെടുന്നത്. ഇനി അമോണിയം ഡൈക്രോമേറ്റോ? ഡൈക്രോമേറ്റിന്റെ പൊതുവെ നിറം എന്താണ്? ഒരു ഓറഞ്ച് നിറമാണ്. അപ്പൊ അമോണിയം ഡൈക്രോമേറ്റ് പറഞ്ഞ ഏകദേശം എന്താ? ഒരു ബ്രൈറ്റ് ഓറഞ്ച് റെഡ് നിറൊക്കെ ആയിട്ടാണ് എന്ത് പൊതുവെ അമോണിയം ഡൈക്രോമേറ്റ് കാണപ്പെടുന്നത്. കോപ്പർ സൾഫേറ്റ് ഒരു ബ്രൈറ്റ് ബ്ലൂ കളറായിട്ട് കാണപ്പെടുന്നു. ഇനി നമ്മുടെ മാംഗനീസ് ഡയോക്സൈഡോ MnO2ന്റെ നിറം ബ്ലാക്ക് ബ്രൗൺ കളറായിട്ടാണ് മാംഗനീസ് ഡയോക്സൈഡ് കാണപ്പെടുന്നത്. അപ്പൊ ഇതില് സോഡിയം ഹൈഡ്രോക്സൈഡ് അത് NaOH എന്തല്ല? അത് കളർലെസ് ആണ്. അതിന് പ്രത്യേകിച്ച് കളറില്ല. അത് നമ്മുടെ ആൻസർ വരുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്ത സിമ്പിൾ ചോദ്യ. അലസവാതകമല്ലാത്തത് പറയൂ. ഓപ്ഷൻ എ സിനോൺ, ബി ഹീലിയം, സി ഗാലിയം, ഡി റാഡോൺ. ഇതിലേതാണ്
സിമ്പിൾ ആണ്. സെനോൺ നമുക്കറിയാം അതെന്താ അലസവാതകമാണ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസ് ആണ്. ഹീലിയം ആണ്, റാഡോൺ ആണ്. ദെൻ അല്ലാത്ത ആരാണ്? ഗാലിയാണ് അല്ലേ? ഗാലിയം ഏതാ ഗ്രൂപ്പ് 13 മെമ്പറാണ് ഗാലിയം വരുന്നത്. ഇനി അടുത്ത് നോക്കൂ, അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഗാഢ സൾഫ്യൂരിക് ആസിഡ്, ഗാഢ നൈട്രിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ഓക്സൈഡ്. അവിടെ അമോണിയ വാതകം ഈർപ്പരഹിതമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാരാണ്? അതാണ് കാൽഷ്യം ഓക്സൈഡ്, CaO. ഓക്കെ, നമ്മൾ ക്വിക്ക് ലൈം എന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പം അമോണിയ ഗ്യാസിനെ ഈർപ്പരഹിതമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ്. അടുത്തത് സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് ഡാഷ് തിരിച്ചറിയുന്നത്. സൾഫേറ്റുകൾ, നൈട്രേറ്റ്, കാർബണേറ്റ്, ക്ലോറൈഡ്. ഇത് ജസ്റ്റ് ആ ടെസ്റ്റുകളാണ്, ഓരോന്ന് തിരിച്ചറിയുന്നതിന് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഏത് തിരിച്ചറിയുക? ക്ലോറൈഡുകൾ തിരിച്ചറിയുന്നത്. ഓക്കെ, സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്തിട്ടാണ് ക്ലോറൈഡുകളുടെ പ്രസൻസ് തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യുക. അടുത്ത നോക്കൂ, കഴിഞ്ഞ ഫിംഗർ പ്രിന്റ് സെർച്ചിന് ചോദിച്ചതാണ്. വിച്ച് among the following is the strongest acid? സ്ട്രോങ്, ഇതിപ്പോ ഇവിടത്തൊക്കെ എന്താ വന്നിട്ടുള്ളത്? നമ്മുടെ ഹൈഡ്രജൻ ഹാലൈഡുകളാണ്. HF, HBr, HCl, HI. നമുക്ക് അറിയാം അതിന്റെ ക്രമം. HF ആണ് എന്ത് ഏറ്റവും കുറവ്, അത് കഴിഞ്ഞിട്ട് പിന്നെ HCl, പിന്നെ വരുന്നത് HBr. അത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആരാണ് തന്നിരിക്കുന്നവയിൽ? HI ആണ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ ഹാലജൻ വിച്ച് ഷോ ഹയസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ. അതെന്ത് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ വരിക. അപ്പോൾ ഫ്ലോറിൻ ആണ് എന്ത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലോവസ്റ്റ് ലീസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും ഫ്ലോറിൻ വരിക. അപ്പൊ അങ്ങനെയെങ്കിൽ അയഡിൻ അല്ല ഏറ്റവും താഴത്ത് കിടക്കുന്നത്. അപ്പൊ അയഡിൻ ആണ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കാണിക്കുന്ന ആള്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, the gas used for inflating the tires of aeroplane. എയറോപ്ലെയിൻ ടയർ നിറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? ഏതൊക്കെ ഗ്യാസ് ആണ്? നൈട്രജൻ ആൻഡ് ഹീലിയം ആണോ? ഹൈഡ്രജനും ഹീലിയം ആണോ? ആർഗണും ഹീലിയം ആണോ? അതോ നൈട്രജനും ഹൈഡ്രജനും ആണോ? ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. ആൻസർ ചെയ്ത് വരും നൈട്രജനും ഹീലിയം ആണെന്ത് പൊതുവെ എയറോപ്ലെയിൻ ടയറുകളിൽ ഇൻഫ്ലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം പൊതുവെ ഈ നൈട്രജൻ എന്താണ് നമ്മുടെ ഈ നോർമൽ കേസിലൊക്കെ, നോർമൽ ടെമ്പറേച്ചറിലൊക്കെ എന്താണ് അത് ഇനേർട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം അതിന്റെ ആ N2ന്റെ ആ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അത് അത്ര റിയാക്റ്റീവായി നിൽക്കില്ല. ഓക്കെ, അപ്പം N2 ആൻഡ് ഹീലിയാണ് പൊതുവെ നമ്മൾ എന്ത് എയറോപ്ലെയിൻ്റെ ഒക്കെ ടയർ നിറക്കാൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കൂ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഡയറക്റ്റ് ചോദ്യം. ഇത് പറഞ്ഞതാണ് എസ് ബ്ലോക്കിൽ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം സൾഫേറ്റ് ½ H2O ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, ഇതിൽ ബി എന്താണ്? CaSO4 2H2O പറഞ്ഞാൽ അത് ജിപ്സ് ആണ്. നെക്സ്റ്റ്, ദ എലമെന്റ് ഷോസ് മാക്സിമം ഇലക്ട്രോനെഗറ്റിവിറ്റീസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന ഏതാണ്? ഫ്ലോറിൻ ആണ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. അടുത്ത് നോക്കൂ, സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് ഏതാണ്? അത് ഏതാണ് വരിക? നമുക്കറിയാം കാർബൺ മോണോക്സൈഡും H2 എന്നും അവിടെ കൂടിയിട്ടില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിൻ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. CO-യും H2. ഓക്കെ, ഇതിനെയാണ് സിൻ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് വരിക. അടുത്ത് നോക്കാം, ഇൻ ദ ക്ലാർക്സ് മെത്തേഡ് ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റിമൂവ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ്. വാട്ടറിന്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതിൽ ആരാണ്? പറയൂ. കാൽഷ്യം കാർബണേറ്റ് ആണോ? അല്ല. കാൽഷ്യം ക്ലോറൈഡ് ആണോ? അതുമല്ല. കാൽഷ്യം സൾഫേറ്റ് ആണോ? അതുമല്ല. ആരാ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലേ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് വാട്ടറിന്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കൂ, സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് ഈസ് കൊമേഴ്ഷ്യലി കോൾഡ്. അതായത് Na2 നോക്കാം, സോറി. 43ാമത്തത് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ്. സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റിനെ ജനറലി വിളിക്കുന്ന പേരെന്താ? അത് ജസ്റ്റ് ഓർത്ത് വെക്കുക, കാൽഗൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. കാൽഗൺ.
ഓക്കെ. സോഡിയം ഹെക്സ മെറ്റ ഫോസ്ഫേറ്റ്. പിന്നെ ജിപ്സം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ജിപ്സം എന്താണ്? അത് പറയൂ. കാൽഷ്യം സൾഫേറ്റ് 2H2 ആണ് ജിപ്സം. ഓക്കെ. പിന്നെ ഈ സിയോളൈറ്റ് എന്താ? സിയോളൈറ്റ് എന്താണ്? സിയോളൈറ്റ് പറയൂ. സിയോളൈറ്റ് പറഞ്ഞാൽ അത് എന്തിന്റെ മിക്സ്ചറാണ് വരിക? അലുമിനോ സിലിക്കേറ്റിന്റെ മിക്സ്ചർ അല്ലേ? അല്ല, അതിന്റെ കോമ്പൗണ്ട് അല്ലേ? അലുമിനോ സിലിക്കേറ്റിന്റെ കോമ്പൗണ്ട് ആണ് എന്ത്? സിലിക്കേറ്റ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ സോഡിയം ഹെക്സാ മെറ്റ ഫോസ്ഫേറ്റ് പറഞ്ഞ, അതായത് ജസ്റ്റ് NaPO3 6 ഇതാണ് കാൽഗൺ എന്ന് പറയുന്നതാണ്. ഓക്കെ. ജസ്റ്റ് ഒരു ഡയറക്റ്റ് ചോദ്യമാണ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ. സിയോളൈറ്റ് എന്താ? അലുമിനോ സിലിക്കേറ്റ് മിനറൽ ആണ് എന്ത്? സിയോളൈറ്റുകൾ പറയുന്നത്. ഇതിന്റെ ആൻസർ പറയൂ. ദ ഹാർഡസ്റ്റ് നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റൻസ് ഈസ്. സിമ്പിൾ ചോദ്യം. എന്താ? നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഏതാണ്? ഹൈഡ്രജൻ കാർബണിന്റെ അലോട്രോപ്പ് ആയിട്ടുള്ള ഡയമണ്ട് ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, അമോണിയ ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ യൂസിങ് ദ മെത്തേഡ്. ഓസ്വാൾഡ് പ്രോസസ് ആണോ? അല്ല, അത് HNO3 ആണ്. കോണ്ടാക്ട് പ്രോസസ് ആണോ? അത് സൾഫ്യൂരിക് ആസിഡിന്റെ ആണ്. ലെഡ് ചേംബർ മെത്തേഡ് ആണോ? അല്ല, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? അയൺ ആണ് വരുന്നത് അല്ലേ? പിന്നെ അതിനെ സഹായിക്കുന്ന അടുത്ത ഒരാളുണ്ടല്ലോ പ്രൊമോട്ടർ ആയിട്ട്, അത് മോളിബ്ഡിൻ ആണ് അല്ലേ? ഇനി ഒലിയം ഈസ് ആണ് ഡയറക്റ്റ് ചോദ്യം. ഒലിയത്തിന്റെ ഫോർമുല നമുക്കറിയാം, H2S2O7. H2S2O7. അടുത്ത് നോക്കൂ, റെഡ് ലെഡ് ഈസ്. റെഡ് ലെഡ് ഏതാണ്? PB ആണോ? PbO2 ആണോ? Pb3O4? PbO? ഇത് റെഡ് ലെഡ് എന്ന് അറിയപ്പെടുന്ന ആളാരാണ്? ഓപ്ഷൻ സി ആണ്, Pb3O4നെയാണ് റെഡ് ലെഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അടുത്ത് നോക്കാം, ലെഡ് പ്രസന്റ് ഇൻ സിൽവർ ഈസ് റിമൂവ്ഡ് ബൈ. സിൽവറിൽ അടങ്ങിയിരിക്കുന്ന ലെഡിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ചോദ്യം. ലിക്വേഷൻ ആണോ? കാപ്പുലേഷൻ ആണോ? ബെസമറൈസേഷൻ ആണോ? റിഡക്ഷൻ ആണോ? ഇതിൽ ആൻസർ വരുന്നത് കപ്പല്ലേഷൻ ആണ്. കപ്പല്ലേഷൻ. ഓക്കെ. കപ്പല്ലേഷൻ ആണ് ഇവിടെ സിൽവറിലെ ലെഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കപ്പല്ലേഷൻ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ, ഡാഷ് ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് കാർബൺ. കാർബണിന്റെ പ്യൂറസ്റ്റ് ഫോം ഏതാണ്? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, കോള്, കോക്ക്, ഇതൊക്കെ കാർബണിന്റെ ഓരോ ഫോമുകളാണ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്യൂറസ്റ്റ് ഏതാ? നമുക്കറിയാം, ഡയമണ്ട് ആണ് പ്യൂറസ്റ്റ് ഫോം. നെക്സ്റ്റ്, ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ. ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ലഭിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആരാണ്? ഏതാണ്? ആർഗൺ ആണ് അതിന്റെ ആൻസർ. നോക്കൂ, ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡാഷ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. ടെമ്പററി ഹാർഡ്നെസ്, വെള്ളത്തിന്റെ ടെമ്പററി ഹാർഡ്നെസ് എന്തിന്റെ കാരണം കൊണ്ടാണ്? കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡ് കാരണമാണോ? ബൈകാർബണേറ്റ് ആണോ? സൾഫേറ്റ് ആണോ? നൈട്രേറ്റ് ആണോ? പറയൂ. നമ്മൾ എസ് ബ്ലോക്കിൽ പഠിച്ചതാണ്. ഏതാണ് വരിക? കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റ് ആണ് എന്ത്? ടെമ്പററി ഹാർഡ്നെസിന് കാരണം. ഓക്കെ. കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ് ടെമ്പററി ഹാർഡ്നെസ്സിന്, വെള്ളത്തിന്റെ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം. ബൈകാർബണേറ്റ് ആണ് ആൻസർ, കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ PSC എക്സാമിന് P ബ്ലോക്കിൽ നിന്നോ അതുപോലെ എന്ത് എസ് ബ്ലോക്കിൽ നിന്നൊക്കെ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ. നമുക്ക് എന്തായാലും ഈ P ബ്ലോക്കുമായി ബന്ധപ്പെട്ട് നീറ്റ് എക്സാമിന് ചോദിച്ച ഒരു 25ഓളം ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ലൈക്ക് നൈട്രജൻ ദാറ്റ് ക്യാൻ ഫോം അമോണിയ, ആർസെനിക് ക്യാൻ ഫോം ആർസീൻ. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ആന്റിമണി കാനോട്ട് ഫോം ആന്റിമണി പെന്റോക്സൈഡ്. ഇതിൽ ഏതൊക്കെയാണ് ശരി തെറ്റുന്ന ചോദ്യം. അപ്പൊ എന്തായാലും നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എന്താണ്? നൈട്രജന്
NH3 ഫോം ചെയ്യാൻ പറ്റും. പിന്നെ അതേ ഗ്രൂപ്പിലത്തെ ആളാണ് ആര്? ആഴ്സനിക് അല്ലേ? ആഴ്സനിക്കിന് എന്ത് ഫോം ചെയ്യാൻ പറ്റും? പറയൂ. ആഴ്സനിക്കിനും ഇതേപോലെ ആർസീൻ എന്ത് AsH3 ഫോം ചെയ്തൂടെ? അതുപോലെ ഫോസ്ഫറസ് ആണെങ്കിൽ PH3 ഫോസ്ഫീൻ ഫോം ചെയ്തൂടെ? പറ്റും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. അടുത്ത 2 നോക്കൂ. ആന്റിമണി കാനോട്ട് ഫോം ആന്റിമണി പെന്റോക്സൈഡ്. ആന്റിമണിക്ക് ആന്റിമണി പെന്റോക്സൈഡ് ഫോം ചെയ്യാൻ കഴിയില്ല. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പറ്റില്ലേ? പറ്റും. അതായത് ആന്റിമണിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആന്റിമണിക്ക് ആന്റിമണി പെന്റോക്സൈഡ് ഫോം ചെയ്യാൻ പറ്റും. അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ അതാണ് എന്ത്? Sb2O5 ആണ് ആന്റിമണി പെന്റോക്സൈഡ്. അപ്പൊ ഇവിടെ എന്ത്? ഓക്സിജന് അല്ലെങ്കിൽ ഇവിടെ ഈ റിയാക്ഷൻ പോസിബിൾ ആണ്. +5 ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോ ഇവിടെ നമ്മളിപ്പോ N2O5 പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത്? Sb2O5 പോസിബിൾ ആണ്. അപ്പൊ അവിടെ അല്ല പറഞ്ഞത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായത് കൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അതാണ് വരിക ഓപ്ഷൻ എ. സെക്കൻഡ് ചോദ്യം നോക്കൂ. Among group 16 elements, which one does not show -2 oxidation state? അപ്പൊ ഗ്രൂപ്പ് 16 ആണ് ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത ആരാണ്? നോക്കാം. ഓക്സിജൻ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഇതിൽ ആരാണ് വരിക കാണിക്കാത്തത്? -2 കാണിക്കാത്തത്? അത് പൊളോണിയാണ് അല്ലേ? ഗ്രൂപ്പ് 16 പൊതുവെ മെറ്റാലിക് നേച്ചർ കൂടുതൽ കാണിക്കുന്ന ആളാരാണ്? പൊളോണിയാണ്. അപ്പൊ അതില് മെയിൻ ആയിട്ട് കാണിക്കുന്ന ഓക്സിജൻ സ്റ്റേറ്റ് എന്താണ്? +2 ഒക്കെയാണ് അല്ലേ? അപ്പോ -2 ഓക്സിജൻ സ്റ്റേറ്റ് എന്തല്ല ഇവിടെ പൊളോണിയ കാണിക്കുന്നില്ല. അപ്പോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അപ്പൊ പൊളോണിയത്തിന്റെ കേസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. നോക്കൂ. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹൈഡ്രേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 16 എലമെന്റ് ഫോളോസ് ദ ഓർഡർ. ഇവിടെ ഗ്രൂപ്പ് 16 എലമെന്റ്സിന്റെ ഹൈഡ്രേറ്റുകളുടെ ബോയിലിംഗ് പോയിന്റ് നേച്ചറാണ് കൊടുത്തിട്ടുള്ളത്. H2O ആണ് ഏറ്റവും കൂടുതൽ. പിന്നെന്ത്? H2TE, H2SC, then H2S. ഇങ്ങനെയാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. ഇത് ശരിയാണോ അല്ലേ എന്നാണ് ചോദ്യം. ഇത് ശരിയാണോ? ഇത് ശരിയാണ്. The boiling point of hydrates of group 16 element follows the order H2O, H2TE, then H2SC, then H2S. Statement 2 പറയുന്നത് എന്താ? On the basis of molecular mass, H2O is expected to have a lower boiling point. H2O പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോളിക്കുലർ മാസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെന്താണ് ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് വരേണ്ടത്. പക്ഷേ the members of the group, other members of the group, but due to the presence of extensive hydrogen bonding in H2O, it has higher boiling point. നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് പറഞ്ഞിരുന്നു. H2Oയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ അതിലെന്ത് ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ആ ഗ്രൂപ്പിനെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ H2O ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. തന്നിരിക്കുന്നതിൽ both statement 1 and 2 are correct. So option D ആണ് ആൻസർ. അടുത്ത നോക്കൂ. മാച്ച് ദ ഫോളോയിങ്. ഇതിന്റെ ആൻസർ എന്ത് വരും? പറയൂ. നോക്കാം. നൈട്രജന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കൊടുക്കാൻ പറ്റും? നൈട്രജൻ. ഇതാ തേർഡ്. അതായത് എന്താ? എലമെന്റ് വിത്ത് ഹയസ്റ്റ് അയണൈസേഷൻ എന്താൽപി ഇൻ ഗ്രൂപ്പ് 15 അല്ലെ? ഗ്രൂപ്പ് 15 ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ള ആരാണ്? നൈട്രജൻ. അപ്പൊ A3. അടുത്തത് ഫ്ലോറിൻ മോളിക്യൂൾ. ഫ്ലോറിൻ മോളിക്യൂളിന്റെ എന്താണ് വരിക? സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണോ? യെസ്, ഫ്ലോറിൻ ആണ് സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. അതുപോലെ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഫ്ലോറിൻ ആണ്. അപ്പം B4 വരുന്നത്. നോക്കാം. അടുത്തത് ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂൾ എന്താണ്? നമുക്കറിയാം O2 മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്. നമ്മൾ പഠിച്ചിരുന്നു. മോളിക്യൂളർ ഓർബിറ്റൽ തിയറി പ്രകാരം O2 എന്താണ്? പാരാമാഗ്നറ്റിക് നേച്ചർ ആണ്. അപ്പൊ അത് കിട്ടി. ദെൻ സെനോൺ ആറ്റം ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ് ഇൻ ഗ്രൂപ്പ് 18. അപ്പൊ ഇതൊക്കെ കറക്റ്റ് വരുന്ന ഏതാ?
ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് നൈട്രജൻ അയണൈസേഷൻ എനർജി കൂടിയ ഗ്രൂപ്പ് 15 അയണൈസേഷൻ എനർജി കൂടിയ ആളാണ് നൈട്രജൻ. ഫ്ലൂറിൻ ആണ് എന്ത് സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ഗ്രൂപ്പ്. അതുപോലെ ഓക്സിജൻ മോളിക്കൂൾ എന്താ പാരാമാഗ്നറ്റിക് ആണ്. സെനോൺ ആറ്റം ആണ് ഗ്രൂപ്പ് 18 മോസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ് ഗ്രൂപ്പ് 18. അടുത്ത നോക്കൂ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് PCl5. PCl5ന്റെ അതുമായി ബന്ധപ്പെട്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് നോക്കാം. PCl5 പോസസ് 2 ഡിഫറെന്റ് Cl-PCl ബോണ്ട് ആംഗിൾസ്. അത് നമുക്ക് ആ സ്ട്രക്ചർ നമ്മൾ VSCP തിയറി ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. PCl5ന്റെ സ്ട്രക്ചർ എന്താണ്? ട്രയാഗണൽ ബൈ പിരമിഡിൽ നിന്ന് പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ Cl ഇവിടെ നമ്മുടെ ഫോസ്ഫറസ് Cl ഇതാണ് PCl5ന്റെ സ്ട്രക്ചർ അല്ലേ? അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ 2 ബോണ്ട് ആംഗിൾ കാണപ്പെടുന്നുണ്ട്. ശരിയാണല്ലോ? ശരിയാണ്. അതായത് താഴത്ത് കിടക്കുന്ന 3 എന്താണ് അത് 120 ഡിഗ്രിയിലും പിന്നെ ഈ ആക്സിയിൽ കിടക്കുന്ന ക്ലോറിൻ എന്താണ് ക്ലോറിനും തൊട്ടടുത്തുള്ള ക്ലോറിൻ തമ്മിൽ എത്ര ഇത് 90 ഡിഗ്രിയാണ് വരുന്നത് അല്ല. അപ്പൊ ഡിഫറെന്റ് ബോണ്ട് ആംഗിൾ കാണപ്പെടുന്നുണ്ട്. അത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഓൾ 5 PCl ബോണ്ട്സ് ആർ ഐഡന്റിക്കൽ ഇൻ ലെങ്ത്. അതാണോ? അല്ല. ഇവിടെ എന്താ ഈ ആക്സിയിൽ കാണപ്പെടുന്ന ഈ ബോണ്ട് ഉണ്ടല്ലോ ഇതിന് ലെങ്ത് കൂടുതലാണ്. ഇതിനേക്കാൾ ലെങ്ത് കൂടുതലാണ് ആക്സിയിലെ ബോണ്ട് ലെങ്ത്. അപ്പൊ ബി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നമുക്ക് സി നോക്കാം. PCl5 എക്സിബിറ്റ് sp3d ഹൈബ്രിഡൈസേഷൻ. അത് ശരിയല്ലേ? sp3d ഹൈബ്രിഡൈസേഷൻ ആണ് PCl5 കാണിക്കുന്നത്. ശരിയാണ്. പിന്നെ അടുത്തെന്താ PCl5 കൺസിസ്റ്റ് 5 PCl സിഗ്മ ബോണ്ട്. അതും ശരിയല്ലേ? അത് കാണിക്കുന്ന എല്ലാം എന്താണ് സിംഗിൾ ബോണ്ടുകളല്ലേ? സിഗ്മ ബോണ്ടുകൾ തന്നെയാണ്. അപ്പോ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിയും ഫോസ്ഫറസും ക്ലോറിനും തമ്മിലുള്ള ബോണ്ട് എന്താണ് ബോണ്ട് ലെങ്ത് എല്ലാം ഐഡന്റിക്കൽ ആണ് പറഞ്ഞത് തെറ്റാണ്. ആക്സിയലിന്റെ ലെങ്ത് എന്താ അത് കൂടുതലാണ്. ഇക്വിറ്റോറിയൽ കാണപ്പെടുന്ന 3 ക്ലോറിന്റെ ലെങ്ത് കുറവാണ്. അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെക്കുക. അടുത്ത് നോക്കൂ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണ് ചോദിച്ചത്. നോക്കാം. ദ അസിഡിക് സ്ട്രെങ്ത് ഓഫ് HX ഹൈഡ്രജൻ ഹാലൈഡുകൾ അത് ഫോളോസ് ദ ഓർഡർ HF ഗ്രേറ്റർ ദാൻ HCl ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HI. അങ്ങനെയാണോ? അസിഡിക് സ്ട്രെങ്ത്തിന്റെ കാര്യം പറഞ്ഞത് ഇങ്ങനെയാണോ? അല്ല. നമ്മൾ പഠിച്ചിരുന്ന എന്താ അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ HI ആണ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളാണ് HF. അപ്പൊ ഓപ്ഷൻ എ ആണ് തെറ്റ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് തെറ്റ്. നമുക്ക് ആൻസർ കിട്ടി. എന്തായാലും നമുക്ക് ബാക്കി ആളുകൾ കൂടെ നോക്കാം. ഓപ്ഷൻ കൂടെ നോക്കാം. ഫ്ലൂറിൻ എക്സിബിറ്റ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് ശരിയാണ്. Whereas other halogen exhibit +1, +3, +5 and +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അല്ലെ, പ്രത്യേകിച്ച് ഹാലജനിലെ ക്ലോറിൻ ആണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആള്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? +1ഉം +3ഉം +5ഉം +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഫ്ലൂറിൻ എന്ത് -1 മാത്രമേ കാണിക്കുന്നുള്ളൂ. മനസ്സിലാവാൻ റീസൺ എന്താ ചോദിച്ചാല്, ഒന്ന് ഫ്ലൂറിനിൽ എന്താണ് വേക്കന്റ് ഡി ഓർബിറ്റിൽ ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ടാണ് എന്ത് ബാക്കി ഹയർ ഓക്സിഡൻ സ്റ്റേറ്റ് ഫ്ലൂറിൻ കാണിക്കാത്തത്. ഇനി അടുത്ത് നോക്കൂ. ദ എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ ഓഫ് F2 ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് Cl2. നമ്മൾ പഠിച്ചിരുന്നു ഇല്ല? നേരത്തെ എന്താ എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ ഏറ്റവും കൂടുതൽ ആർക്കാണ്? Cl2-നാണ് അല്ലേ? അതേപോലെ ഇലക്ട്രോൺ അഫിനിറ്റി നോക്കുകയാണെങ്കിൽ ആർക്ക് തന്നെയാണ് കൂടുതൽ? ക്ലോറിനാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ആ ഒരു കാര്യം അത് നമ്മളെ എക്സെപ്ഷൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് തന്നെയാണ്. അടുത്ത് നോക്കൂ. ഫ്ലോറിൻ ഈസ് എ സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ് ദാൻ ക്ലോറിൻ. അല്ലേ? അത് ശരിയാണ്. തന്നിരിക്കുന്നതിൽ എന്താണ് എ ആണ് തെറ്റ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓർഡർ ഏതാ? HI ആണ് ഗ്രേറ്റർ ദാൻ ദെൻ HBr. അസിഡിക് സ്ട്രെങ്ത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്. പിന്നെ HCl ലാസ്റ്റ് വരുന്നതാണ് HF. പിന്നെ HFന്റെ നമ്മൾ നേരത്തെ ഒരു ചോദ്യം പഠിച്ചിരുന്നു. എന്താ ഗ്ലാസിന് ലയിപ്പിക്കാൻ കഴിയുന്ന ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ HF ആണ്. അടുത്ത് നോക്കൂ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം. PET3 and AsPH3 as ligands can form d-pi bonds with transition metals. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതിന് d-pi ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ ഫോസ്ഫറസും ആഴ്സനിക്കും ആണല്ലോ. അതില് ഡി ബ്ലോക്കിന്റെ അല്ലെങ്കിൽ ഡി ഓർബിറ്റൽസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് d-pi ബോണ്ട് ട്രാൻസിഷൻ എലമെന്റുമായിട്ട് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എ ശരിയാണ്. The NN single bond is as strong as the PP single bond. അതായത് നൈട്രജനും തമ്മിലുള്ള സിംഗിൾ ബോണ്ടും അതുപോലെ
ഫോസ്ഫറസും തമ്മിലുള്ള സിംഗിൾ ബോണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇതിൽ സിംഗിൾ ബോണ്ട് ആയിട്ട് സ്ട്രെങ്ത് കൂടുതൽ NN സിംഗിൾ ബോണ്ട് ആണെന്നാണ് പറയുന്നത്. അതാണോ? അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതിൽ ഇതിൽ PP സിംഗിൾ ബോണ്ട് ആണെന്ന് സ്ട്രെങ്ത് കൂടുതൽ ആരേക്കാൾ? NN സിംഗിൾ ബോണ്ടിനേക്കാൾ. മനസ്സിലായോ? അതിന്റെ റീസൺ എന്ന് ചോദിച്ചാല് ഇവിടെ നമുക്കറിയാം, ഇപ്പൊ ഫോസ്ഫറസ് എടുക്കുകയാണെങ്കിൽ ഫോസ്ഫറസിന് എന്താ സൈസ് കൂടുതലല്ലേ? സൈസ് കൂടുതലാണ്. ഓക്കെ, സൈസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന ലോൺ പെയർ റിപ്പൾഷൻ ഉണ്ടല്ലോ, അത് പൊതുവെ കുറവായിരിക്കും ഫോസ്ഫറസിൽ. കാരണം എന്താ? സൈസ് കൂടുതലായതുകൊണ്ട്. ഇനി നമ്മൾ നൈട്രജന്റെ കേസ് എടുക്കൂ. നൈട്രജൻ NN ബോണ്ടിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ബോണ്ടിൽ സൈസ്, നൈട്രജൻ സൈസ് കുറവാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ ബോണ്ട് ലെങ്ത് കുറയാണ് ചെയ്യുക. ബോണ്ട് ലെങ്ത് കുറയുക മീൻസ് അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത്, ഇവിടെ ഉണ്ടാകുന്ന ലോൺ പെയർ തമ്മിലുള്ള റിപ്പൾഷൻ, ലോൺ പെയർ റിപ്പൾഷൻ ഈ കേസിൽ എന്താണ് ചെയ്യുന്നത്? ഇത് കൂടാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ റിപ്പൾഷൻ കൂടുതലായത് കൊണ്ട് തന്നെ ഈ ബോണ്ട് എന്താ പൊതുവെ NN സിംഗിൾ ബോണ്ട് പൊതുവെ സ്ട്രെങ്ത് കുറവാണ്. അതേസമയം PP ഫോസ്ഫറസിന്റെ കേസിലാണെങ്കിൽ സിംഗിൾ ബോണ്ട് എന്താണ് സ്ട്രെങ്ത് കൂടുതലാണ്. കാരണം എന്താ? ഫോസ്ഫറസ് സൈസ് കൂടുതലാണ്. അപ്പൊ അവിടെ ലോൺ പെയർ റിപ്പൾഷൻ, അവിടെ ബോണ്ട് ലെങ്ത് കൂടുതൽ വരും. ആ സ്വാഭാവികമായിട്ട് ലോൺ പെയർ റിപ്പൾഷൻ എന്താ ചെയ്യുക? അവ തമ്മിൽ കുറയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് PP സ്ട്രോങ്ങർ നിൽക്കുന്നത്. ഇനി ഇതിന്റെ ഒരു എക്സ്ട്രാ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഈ NN സിംഗിൾ ബോണ്ട് സ്ട്രോങ് അല്ല. അതുകൊണ്ടാണ് നൈട്രജൻ N2 മോളിക്കൂൾ പൊതുവെ എന്ത് സ്റ്റേറ്റിൽ കാണപ്പെടുന്നത്? ട്രിപ്പിൾ ബോണ്ടിൽ കാണപ്പെടുന്നത്. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം നമുക്കറിയാം, ഇപ്പോ ഫോസ്ഫറസിന്റെ കോമ്പൗണ്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ മിക്കതും എന്താണ്, അത് സിംഗിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് ശരിക്ക്? അത് ആ കേസിൽ സിംഗിൾ ബോണ്ട് ആണ് കൂടുതൽ സ്റ്റേബിൾ ആയത് നിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഇനി നൈട്രജൻ ഹാസ് എ യൂണീക് എബിലിറ്റി ടു ഫോം പി മൾട്ടിപ്പിൾ ബോണ്ട് വിത്ത് നൈട്രജൻ, കാർബൺ ആൻഡ് ഓക്സിജൻ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നൈട്രജന് മാത്രമേ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് നൈട്രജന് പി മൾട്ടിപ്പിൾ ബോണ്ട് മറ്റ് കാർബൺ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഡി ബോണ്ട് നൈട്രജന് പറ്റില്ല. കാരണം എന്താ? നൈട്രജനിൽ ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ഡി ഓർബിറ്റിൽ പ്രസന്റ് അല്ല, അതുകൊണ്ടാണ്, ആബ്സെന്റ് ആണ്. ഇനി അതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നൈട്രജൻ കാനോട്ട് ഫോം പി ബോണ്ട് ആസ് അതർ ഹെവിയർ എലമെന്റ് ഓഫ് ഇറ്റ്സ് ഗ്രൂപ്പ്. അതായത് നൈട്രജൻ ഗ്രൂപ്പ് 15 ബാക്കി എലമെന്റ്സ് ഒക്കെ പി ബോണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റീസൺ എന്താ? അതിന്റെ ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ഡി ഓർബിറ്റിൽ പ്രസന്റ് ആയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നൈട്രജൻ എന്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ? പി ബോണ്ട് കാണിക്കുന്നുള്ളൂ, അല്ലാണ്ട് പി ബോണ്ട് കാണിക്കുന്നില്ല. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തന്നിരിക്കുന്നതിൽ തെറ്റായത് ഓപ്ഷൻ ബി ആണ്. അടുത്ത നോക്കൂ. ഗിവൺ ബിലോ ആർ ടു രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അസേർഷനും റീസണും. നോക്കാം. ഹീലിയം ഈസ് യൂസ്ഡ് ടു ഡൈല്യൂട്ട് ഓക്സിജൻ ഇൻ ഡൈവിംഗ് അപ്പാരറ്റസ്. അത് ശരിയാണോ? ശരിയാണ്. എന്ത്? നമ്മുടെ ഡൈവിംഗ് അപ്പാരറ്റസിൽ ഹീലിയം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് റീസൺ പറയുന്നത് ഹീലിയം ഹാസ് ഹൈ സൊലൂബിലിറ്റി ഇൻ ഓക്സിജൻ. അതാണ് അതിന്റെ റീസൺ പറയുന്നത്. അത് ശരിയാണോ? നമ്മള് ഇപ്പൊ സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ അതില് എന്താ പറയാ, ഹീലിയം നിറക്കുന്നത്, ഓക്സിജന്റെ കൂടെ ഹീലിയം നിറക്കുന്നത്, അത് അതിന്റെ ഹീലിയത്തിന് സൊലൂബിലിറ്റി കൂടുതലായത് കൊണ്ടാണോ? ആണോ? അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ എന്താ, ഹീലിയം വളരെ ലെസ് സൊലൂബിൾ ആണ് ഓക്സിജനിൽ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്താ അതിന് ഹീലിയം ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് ഇവിടെ ട്രൂ ആണ്, അസേഷൻ ശരിയാണ്, റീസൺ പറഞ്ഞ് തെറ്റാണ്. റീസൺ എന്താ? ഇത് ഹീലിയം ആഡ് ചെയ്യാൻ കാരണം എന്താണ്? ഇവിടെ ഹീലിയം ഗ്യാസ് പൊതുവെ ഓക്സിജനുമായിട്ട് ലെസ് റിയാക്റ്റീവ് ആണെങ്കിൽ ലെസ് സൊലൂബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഇവിടെ സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ അതിൽ ഹീലിയം ഗ്യാസ് അതിന്റെ കൂടെ ഓക്സിജന്റെ കൂടെ നിറക്കുന്നത്, അല്ലെങ്കിൽ ഡൈവിംഗ് അപ്പാരറ്റസിൽ നിറക്കുന്നത്. അപ്പൊ ശരിയാണ്, റീസൺ തെറ്റാണ്. അടുത്ത നോക്കൂ. ദ എലമെന്റ് എക്സ്പെക്ടഡ് ടു ഫോം ലാർജസ്റ്റ് അയൺ ടു അച്ചീവ് ദ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഈസ്. നമുക്കറിയാം, നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇതിൽ ആർക്കേ പറ്റുള്ളൂ? നൈട്രജനെ പറ്റുള്ളൂ. കാരണം എന്താ? N3- ആയാൽ എന്തായിട്ട് മാറും? അത് നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവില്ലേ? ആവും. ബാക്കി ഫ്ലൂറിൻ മൈനസ് ആണെങ്കിലോ സോഡിയം പ്ലസ് ആയാലോ O2- ആണെങ്കിലോ എന്ത് ഇതില് ലാർജസ്റ്റ് അയോൺ ആയിട്ട് മാറില്ല. ലാർജസ്റ്റ് അയോൺ ഏതാണ്? N3- ആണ്. ഓക്കെ, നമ്മളവിടെ പഠിച്ചിരുന്നു. ഇവിടെ അയൺ സൈസ് ഏറ്റവും കൂടുതൽ ആർക്കാ ഉണ്ടാവുക?
ആനയോണിന്റെ ചാർജ് കൂടുകയാണെങ്കിൽ അവിടെ അയോൺ സൈസ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ N3- ആണ് വലുത്. ചേരുംപടി നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കോക്ക്, ഡയമണ്ട്, ഫുള്ളറിൻ, ഗ്രാഫൈറ്റ്. അപ്പൊ കാർബണിന്റെ അലോട്രോപ്പും അതിന്റെ യൂസുകളൊക്കെ തന്നിട്ടുള്ളത് നോക്കാം. ഇതിലെ കോക്കുമായി ബന്ധപ്പെട്ട് ഏത് കറക്റ്റ് ആയിട്ട് വരും? കോക്ക് യൂസ് ചെയ്യുന്നത് പറയൂ. യെസ്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമുക്ക് കോക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോക്ക് യൂസ്ഡ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. പിന്നെ ഡയമണ്ട് എന്താ? ഡയമണ്ടിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ്? കാർബൺ ആറ്റം ആർ sp3 ഹൈബ്രിഡൈസ്ഡ് അല്ലേ? നമ്മൾ പഠിച്ചിരുന്നു ഡയമണ്ടിലാണ് sp3 ഹൈബ്രിഡൈസേഷൻ. ബാക്കി ഫുള്ളറിൻ ആണെങ്കിലും അതുപോലെ ഗ്രാഫൈറ്റ്, നാനോ ട്യൂബ്, ഗ്രാഫീൻ ഇതിലൊക്കെ എന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി ഫുള്ളറിന്റെ കേസ് എന്താ? ഫുള്ളറിന്റെ ഷേപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്താ? ഫുള്ളറിൻ കേജ് മോളിക്യൂൾസ് ആണ് ഇത് കാണപ്പെടുന്നത്. ശരിയാണ് അല്ലേ? C60 അല്ലേ ഫുള്ളറിൻസ്? ഇതില് നിങ്ങൾക്ക് എത്ര എങ്ങനെയാണ് ഇതിലെ അറേഞ്ച്മെന്റ് കാണപ്പെടുന്നത്? ഫുള്ളറിൻ അല്ലെങ്കിൽ ബക്കി ബോൾസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ എന്നൊക്കെ പറയാറുണ്ട്. ഇതില് 5 മെമ്പേർഡ് കാർബൺസ് എത്ര ഉണ്ട്? 5 മെമ്പേർഡ് കാർബൺ എത്ര ഉണ്ട്? 12 5 മെമ്പേർഡ് കാർബൺ ഉണ്ട്. അതുപോലെ 6 മെമ്പേർഡ് കാർബൺ എത്ര ഉണ്ട്? 20 6 മെമ്പേർഡ് കാർബണും കൂടിയിട്ടാണ് എന്ത് നമ്മുടെ ബക്കി ബോൾസ് അല്ലെങ്കിൽ ഫുള്ളറിൻസ് ഉള്ള എണ്ണം. ഓക്കെ, 12 5 മെമ്പേർഡ് കാർബണും അതുപോലെ 20 6 മെമ്പേർഡ് കാർബൺ ചെയിനും ഉണ്ട്, അതിൽ കാണപ്പെടുന്നുണ്ട് ഫുള്ളറിൻസ്. ദെൻ ഗ്രാഫൈറ്റിന് ഒരു ഇമ്പോർട്ടന്റ് യൂസ് ആണ് എന്ത്? ഗ്രാഫൈറ്റിന്റെ ഒരു ഡ്രൈ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ആര്? ഗ്രാഫൈറ്റ്. ഓക്കെ, അപ്പം ഇത് കറക്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കൂ. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഡൈബോറൈൻ. ഡൈബോറൈനെ കുറിച്ചാണ് തന്നിട്ടുള്ളത്. അതിൽ ഡൈബോറൈനുമായി ബന്ധപ്പെട്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദ്യം? നോക്കാം. ഒന്ന് പറയുന്നത് ദ 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദ 2 ബോറോൺ ആറ്റംസ് ലൈ ഇൻ 1 പ്ലെയിൻ. ഡൈബോറൈനിലെ 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റവും അതുപോലെ 2 ബോറോൺ ആറ്റവും എന്ത് ഒരേ പ്ലെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കറക്റ്റ് ആണോ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഡൈബോറൈൻ അല്ലേ? അത് ശരിയാണ്. ഡൈബോറൈൻ എന്ന് പറഞ്ഞാൽ എന്താ? B2H6 അല്ലേ? B2H6 ആണ് ഡൈബോറൈൻ വരുന്നത്. അത് ഹൈലി ടോക്സിക് ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ് കറക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് വരക്കുകയാണെങ്കിൽ ഇവിടെ ബോറോൺ ഉണ്ട്, ഇവിടെ എന്ത് ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ, പിന്നെ ഇവിടെ അടുത്ത ബോറോൺ, അതും എന്ത് അങ്ങനെ മൊത്തം 4 ടെർമിനലായിട്ട് ഹൈഡ്രജൻസ് ഉണ്ട്. പിന്നെ ഈ 2 ബോറോൺ, ഇത് മൊത്തത്തിൽ എന്താണ് ഒരേ പ്ലെയിനിലാണ്. ഇനി അടുത്ത ബോണ്ട് ഇതിൽ പ്രത്യേകം നിങ്ങൾക്കറിയാം ഡൈബോറൈനിൽ എന്ത് ബ്രിഡ്ജ് ബോണ്ട് അല്ലെങ്കിൽ ബനാന ബോണ്ട് കാണപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ. അതായത് ഇവിടെ ഈ ബോറോണും ഈ 2 ബോറോണും കൂടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇവര് തമ്മിൽ ഉള്ള ബോണ്ട്, അതായത് ബോറോൺ ഹൈഡ്രജൻ ബോണ്ട്. അതുപോലെ ഇതെന്താണ്? ഇതാണ് ബനാന ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഡൈബോറൈന്റെ സ്ട്രക്ചർ കിടക്കുന്നത്. അപ്പോ ഓപ്ഷൻ എ ശരിയാണ്. ഇനി ബി പറയുന്നത് എന്താ? ബോത്ത് ദ ബോറോൺ ആറ്റംസ് ആർ sp2 ഹൈബ്രിഡൈസ്ഡ്. ഇവിടെ ഈ ബോറോൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണെന്നാ പറയുന്നത്. അല്ല, ഇത് രണ്ടും എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഇനി സി എന്താ? ദർ ആർ 2 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ്. 3 സെന്റർ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? നോക്കൂ, നിങ്ങൾ അതിന്റെ ആ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താ? ഇവിടെ 3 സെന്റർ, അവിടെ ബോറോൺ ഹൈഡ്രജൻ ബോറോൺ, ഇതാണ് 3 സെന്റർ അല്ലേ? 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഇവിടെ ഇപ്പൊ എന്താ? ഈ ബോണ്ടിൽ ഈ ബനാന ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് എന്ത്? 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. അത്ര 2 ഉണ്ട്, അല്ലെങ്കിൽ 2 ബനാന ബോണ്ട് ഉണ്ട്. അത് ശരിയാണ് അല്ലേ? ഇനി ഇവിടെ നോക്കാം. ഇവിടെ അടുത്ത എന്താ? ദ 4 ടെർമിനൽ BH bonds are 2 center 2 ഇലക്ട്രോൺ ബോണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ഇവിടെ എന്താ? ഈ കേസ് നോക്കുക, ഈ BH ബോണ്ട് എന്താ? ഇത് 2 Hഉം B തമ്മിലെ ബോണ്ട് ഉള്ളൂ. അതായത് 2 സെന്റർ 2 ഇലക്ട്രോൺ, ഇത് 2 ഇലക്ട്രോൺ അല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇവിടെ എന്താ? ഇതും 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ആണ്. ഈ BH ബോണ്ട് അതല്ലേ? ഇതും അങ്ങനെ തന്നെ. അങ്ങനെ മൊത്തം 4 2 സെന്റർ
BH ബോണ്ട് കാണപ്പെടുന്നുണ്ട്. അത് ശരിയാണ്. അതുപോലെ 2 ബനാന ബോണ്ട് അല്ലെങ്കിൽ 2 ബ്രിഡ്ജ് ബോണ്ട് കാണപ്പെടുന്നുണ്ട്. അത് പറഞ്ഞ ഏതൊക്കെ തമ്മിലാണ്? ബോറോണും ഹൈഡ്രജനും ബോറോണും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ബോണ്ട്, ഇതാണെന്ത്? ബനാന ബോണ്ട് അല്ലേ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഇതില് sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ആൻസർ തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് വീണ്ടും ചേരുംപടി നോക്കൂ. ഇവിടെ MgH2 GeH4 B2H6 then HF. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നത് നോക്കൂ. ഇതിപ്പോ B2H6 ആണ് നമ്മുടെ ഡൈബോറൈൻ. അതെന്താണ് പൊതുവെ? അത് നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും. അതെന്താ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയതുകൊണ്ടാണല്ലോ അത് ബനാന ബോണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുപോലെ BF3 ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ലൂയിസ് ആയസ്ട്രേറ്റ് ആക്ട് ചെയ്യുന്ന റീസൺ അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഡൈബോറൈന് കറസ്പോണ്ടിങ് ആയിട്ട് 2 എന്ന് കൊടുക്കാം. അതായത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് C2 വരുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഇത് രണ്ടും വെട്ടിപ്പോയി. അടുത്ത് നോക്കൂ. GeH4 ജർമേനിയം ഹൈഡ്രജൻ തമ്മിലുള്ള ബോണ്ട് എന്താണ് വരുന്നത്? അവിടെ നിങ്ങൾക്കറിയാം ജർമേനിയത്തിന് ചുറ്റും 4 വേക്കൻസി ഉള്ളത്, 4 വാലൻസി ആണ്. അപ്പൊ 4 വാലൻസി 4 ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയില്ലേ? അതായത് അവിടെ എന്താണ്? ഇലക്ട്രോൺ പ്രിസൈസ് ആണ് അല്ലേ? ഇലക്ട്രോൺ പ്രിസൈസ് ആണ് GeH4ൽ. അത് കറക്റ്റ് ആണ്. GeH4 ആവട്ടെ CH4 ആവട്ടെ ഇതിലൊക്കെ എന്താണ്? ഇലക്ട്രോൺ പ്രിസൈസ് ആണ്. അത് കറക്റ്റ് 8 വരുന്നുണ്ട്. അടുത്ത നോക്കൂ. MgH2 തന്നിരിക്കുന്നതിൽ എന്താ? ഇലക്ട്രോൺ റിച്ച് ആണോ അയോണിക് ആണോ? MgH2 അയോണിക് നേച്ചർ ആണ്. ദെൻ HF എന്താണ്? HF ഇലക്ട്രോൺ റിച്ച് ആണ്. എന്ത്? HF അല്ലെ? ഇലക്ട്രോൺ റിച്ച് ആണ് HF. തന്നിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ് വരുന്നത്. അപ്പൊ MgH2 അയോണിക് നേച്ചർ ആണ്. HF ഇലക്ട്രോൺ റിച്ച് ആണ്. അതുപോലെ ഡൈബോറൈൻ എന്താ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. GeH4 ഇലക്ട്രോൺ പ്രിസൈസ് ആണ്. അടുത്ത ചേരുംപടി നോക്കൂ. ഇവിടെ ബോറോണിന്റെ കോമ്പൗണ്ടുകളാണ് തന്നിട്ടുള്ളത്. ബൊറാക്സ്, കെർണൈറ്റ്, ഓർത്തോബോറിക് ആസിഡ്, ബൊറാക്സ് ബീഡ്. അപ്പൊ ഇതില് ചേരുംപടി ചേർക്കാനാണ്. നിങ്ങൾക്കറിയാം എന്താണ് ബൊറാക്സ്? ബൊറാക്സ് എന്ന് പറഞ്ഞാൽ സോഡിയത്തിന്റെ ഒരു അയിരായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ബൊറാക്സ് അതുപോലെ കെർണൈറ്റ് ഒക്കെ സോഡിയത്തിന്റെ അയിരായിട്ട് പറയാൻ പറ്റും. ബൊറാക്സിന്റെ ഫോർമുല എന്താണ് വരിക? ബൊറാക്സിന്റെ നോട്ട് ചെയ്തോളൂ. Na2B4O7 10H2O. ഇതാണ് എന്ത്? ബൊറാക്സ്. ബൊറാക്സിന്റെ ഫോർമുല Na2B4O7. ഇതാണ് ബൊറാക്സിന്റെ ഫോർമുല വരുന്നത്. അത് മാറിപ്പോരുത്. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ. അപ്പൊ ഇവിടെ എന്റെ ആൻസർ ഏത് വരും? A4 വരും. ഇനി കെർണൈറ്റ് എന്താ? കെർണൈറ്റ് ഇതേപോലെ ഇതിന്റെ വേറൊരു ബോറോണിന്റെ വേറെ ആയിരായിട്ട് പറയാൻ പറ്റും. കെർണൈറ്റ് അതിന്റെ ഫോർമുല വരുന്നത് Na2B4O7 4H2O. ഓക്കെ. അതായത് ബൊറാക്സിന്റെ ഒരു ഡ്രൈ ഫോം ആണ് ശരിക്കും എന്ത്? കെർണൈറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ കെർണൈറ്റിന്റെ വരുന്നത് എന്ത് തന്നെയാണ്? Na2B4O7 4H2O 10H2O ആണെങ്കിൽ അത് ബൊറാക്സ് ആണ്. ഇനി അടുത്തത് ഓർത്തോബോറിക് ആസിഡ്. ഓർത്തോബോറിക് ആസിഡ് ഏതാ? പറയൂ. ഓർത്തോബോറിക് ആസിഡ് H3BO3 ആണ്. H3BO3 ആണ് ഓർത്തോബോറിക് ആസിഡ്. പിന്നെ ബൊറാക്സ് ബീഡ് ഏതാ? NaBO2. NaBO2 ആണ് ബൊറാക്സ് ബീഡ്. അപ്പൊ D1. അപ്പൊ നോക്കാം. ഇതില് കറക്റ്റ് വരുന്നത് ഏതാ? A4 വരുന്നത്. ഇതിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. A4 വരുന്ന ഒരു ഓപ്ഷൻ, അത് ഓപ്ഷൻ B ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ B അല്ലേ? അപ്പൊ ഇത് മാറിപ്പോയത് ബൊറാക്സ്, കെർണൈറ്റ് ഇതൊക്കെ രണ്ടും എന്താണ്? ബോറോണിന്റെ നിങ്ങൾക്ക് എന്താ ചെയ്യാം? ഓറായിട്ട് പറയാൻ പറ്റും. അത് ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
അപ്പൊ ഇവിടെ ബൊറാക്സിന്റെ വേറൊരു പേരാണെന്ത്? ബൊറാക്സിന്റെ വേറൊരു പേരാണ് ടിൻകാൽ. ഓക്കെ, അത് മാറിപ്പോരുത്. ടിൻകാൽ അല്ലെങ്കിൽ സോഡിയം ടെട്രാ ബോറേറ്റ് എന്ന് വിളിക്കുന്നത് എന്താ? നമ്മുടെ ബൊറാക്സ് തന്നെയാണ്. പിന്നെ കെർണൈറ്റിന്റെ വേറെ പേരാണെന്ത്? കെർണൈറ്റിന്റെ വേറെ പേരാണ് റാസോറൈറ്റ്. ഓക്കെ, റാസോറൈറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കെർണൈറ്റ് ആണ്. അത് ബൊറാക്സും കെർണൈറ്റ് ഒക്കെ എന്താ? നമ്മുടെ ബോറോന്റെ ഓറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് MCQ4 പറയുന്നത് എന്താ? 14 പറയുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺ നോബിൾ ഗ്യാസ്. നോക്കാം. നോബിൾ ഗ്യാസസ് ഹാവ് ലാർജ് പോസിറ്റീവ് വാല്യൂസ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നോബിൾ ഗ്യാസസ് ആർ സ്പാരിംഗ്ലി സോലബിൾ ഇൻ വാട്ടർ. അതും ശരിയാണ്. നോബിൾ ഗ്യാസസ് ഹാവ് വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ എന്താണ്? നോബിൾ ഗ്യാസസിന് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അതുപോലെ ഡി എന്താ പറയുന്നത്? നോബിൾ ഗ്യാസ് ഹാവ് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ്. അത് ശരിയാണ്. അടുത്ത നോക്കൂ. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അറേഞ്ച്മെന്റ് ദ ഗിവൺ സീക്വൻസ് ഈസ് നോട്ട് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടീസ് ഇൻഡിക്കേറ്റഡ് അഗൈൻസ്റ്റ് ഇറ്റ്. നോക്കാം. ഇതിൽ തെറ്റായതാണ് ചോദ്യം. NH3 ലെസ് ദാൻ PH3 ലെസ് ദാൻ ASH3 ലെസ് ദാൻ SbH3. ഇൻക്രീസിങ് അസിഡിക് ക്യാരക്ടർ ആണ് ചോദിച്ചത്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? ശരിയാണ് അല്ലേ? ഇതില് നമ്മൾ പഠിച്ചിരുന്നു. അസിഡിക് ക്യാരക്ടർ പറയുമ്പോൾ ഇവിടെ എന്താ? NH3 ക്കാണ് ഏറ്റവും കുറവ്. അതുപോലെ SbH3 ക്കാണ് അസിഡിക് ക്യാരക്ടർ കൂടുതൽ. ഞാൻ തിരിച്ച് ബേസിക് പറയുകയാണെങ്കിൽ NH3 ആണ് കൂടുതൽ ബേസിക്. ഇനി അടുത്ത് നോക്കൂ. ബി പറയുന്നത് എന്താ? CO2 SiO2 SnO2 PbO2. ഇതിന്റെ ഓക്സിഡൈസിങ് പവർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓക്സിഡൈസിങ് പവർ ഉള്ളത് ആർക്കാണ്? അത് PbO2-നാണ് ഓക്സിഡൈസിങ് പവർ കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ ബിയും ശരിയാണ്. ഇനി അടുത്ത് HFHCl HBrHI ഇൻക്രീസിങ് അസിഡിക് സ്ട്രെങ്ത്. ഇത് കറക്റ്റ് അല്ലേ? നാളെ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. സിയും ശരിയാണ്. അങ്ങനെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓപ്ഷൻ ഡി ആണ് തെറ്റ്. എന്ത് തെറ്റ് നോക്കൂ. H2O ലെസ് ദാൻ H2S ലെസ് ദാൻ H2SC ലെസ് ദാൻ H2TE ഇൻക്രീസിങ് pKa വാല്യൂസ്. pKa വാല്യൂസിന്റെ ഇൻക്രീസിങ് ഓർഡർ ഇതാണോ? അല്ല, ഞാൻ തിരിച്ചാണ് വരിക. pKa വാല്യൂസിന്റെ ഇൻക്രീസിങ് ഓർഡർ ശരിക്കും വരെ എന്താണ്? H2O ആണ് കൂടുതൽ pKa വാല്യൂസ് വരിക. പിന്നെ H2S, then H2SC, ലാസ്റ്റ് H2TE. ഇപ്പൊ ഇവിടെ കൊടുത്ത ഓർഡർ എന്താ? ഇത് അസിഡിക് നേച്ചർ കാണിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓർഡർ കറക്റ്റാ. എന്താ? H2 ഏറ്റവും കുറവ്, കൂടുതൽ H2TE. പക്ഷെ pKa വാല്യൂസ് ചോദിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്താ? തിരിഞ്ഞാണ് വരിക. H2O ആണ് കൂടുതൽ pKa വാല്യൂ വരുന്നത്. അപ്പൊ ഡി ആണ് തെറ്റ്. കറക്റ്റ് ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് 16ന്റെ pKa വാല്യൂസ് വരുന്നത് എന്താണ്? മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും കുറയാണ് ചെയ്യുക. കറക്റ്റ് ഓർഡർ H2O, then H2S, then H2SC, ലാസ്റ്റ് H2TE. അടുത്ത് നോക്കൂ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് വരുന്നത്? നോക്കാം. CO2 ഗ്യാസ് ഈസ് യൂസ്ഡ് ആസ് റെഫ്രിജറന്റ് ഫോർ ഐസ്ക്രീം ആൻഡ് ഫ്രോസൺ ഫുഡ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? CO2 ഗ്യാസ് അല്ല, പൊതുവെ CO2ന്റെ സോളിഡ് ഫോം അതാണല്ലോ നമ്മൾ എന്ത് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് അല്ലെ? ഡ്രൈ ഐസ് ആണ് പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. അതായത് എന്താ? CO2ന്റെ സോളിഫൈഡ് ഫോം ആണ്, അതാണ് വരേണ്ടത്. അപ്പൊ CO2 സോളിഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താ? കറക്റ്റ് ആയിരുന്നു. അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ബി എന്താ പറയുന്നത്? ദ സ്ട്രക്ചർ ഓഫ് C60 കണ്ടെയ്ൻ, അതായത് നമ്മുടെ ഫുള്ളറിന്റെ കാര്യം പറയുന്നത്, കണ്ടെയ്ൻ 12 6 കാർബൺ റിങ്സ് ആൻഡ് 25 കാർബൺ റിങ്സ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല, നമ്മൾ പഠിച്ചിരുന്നു ഫുള്ളറീൻസിലാണെങ്കിൽ അല്ലെങ്കിൽ C60 എന്താ വരുന്നത്? ഫുള്ളറീൻസിൽ 20 നമ്മുടെ 6 റിംഗ് ആണ്, അല്ലെങ്കിൽ എന്ത് 6 കാർബൺ റിംഗ് ആണ് വരുന്നത്. അതുപോലെ 12 5 കാർബൺ റിംഗ് ആണ് വരിക. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാര്യം മാറിപ്പോകരുത്. ഓക്കെ, 20 6 മെമ്പേർഡ് കാർബൺ റിങ്ങും അതുപോലെ 12 5 മെമ്പേർഡ് കാർബൺ റിങ്ങും ആണ് വരുന്നത് ഫുള്ളറീൻസിൽ. ഓക്കെ, അപ്പം ബി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ എയും ബിയും തെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബി വരുന്ന സ്റ്റേറ്റ്മെന്റ് എ വരുന്ന സ്റ്റേറ്റ്മെന്റ് കളഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി, അതായത് സി ആൻഡ് ഡി സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അപ്പൊ നോക്കാം. സി എന്താ പറയുന്നത്? ZSM5, എ ടൈപ്പ് ഓഫ് സിയോളൈറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ആൽക്കഹോൾസ് ഇൻ ടു ഗ്യാസോലിൻ. അത് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ,
അടുത്ത നോക്കൂ, കാർബൺ മോണോക്സൈഡ് ഈസ് കളർലെസ് ആൻഡ് ഓർഡർലെസ് ഗ്യാസ്. ശരിയല്ലേ? CO എന്താണ്? കളർലെസ് ആണ്, അതുപോലെ ഓർഡർലെസ്സും ആണ്. അതുകൊണ്ടാണ് അത് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ, കാർബൺ മോണോക്സൈഡ് ഒക്കെ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത്, അത് കേടല്ലേ? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് ഹൈലി സൊല്യൂബിൾ ആണ്. നമ്മൾ ഹീമോഗ്ലോബിൻ നന്നായിട്ട് എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്താണ്? കളർലെസ് ആണ്, അതുപോലെ ഓർഡർലെസ് ആണ്. അപ്പോൾ സിയും ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സോ ആസിഡ് ഓഫ് സൾഫർ. സൾഫറിന്റെ ഓക്സോ ആസിഡിൽ OO ലിങ്കേജ് കാണിക്കുന്നത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇപ്പോൾ H2SO8 വന്നിട്ടുണ്ട്, H2S2O7 വന്നിട്ടുണ്ട്, H2SO3, H2SO4. അപ്പൊ തന്നിരിക്കുന്നതിൽ OO ലിങ്കേജ് കാണിക്കുന്ന ഏതിൽ മാത്രമേ ഉള്ളൂ? H2S2O8 മാത്രമേ ഉള്ളൂ. അതായത് പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡിൽ മാത്രമേ എന്തുള്ളൂ? OO ലിങ്കേജ് കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് H2S2O8ന്റെ സ്ട്രക്ചർ. അപ്പൊ ഇവിടെ എന്ത് OO ലിങ്കേജ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അടുത്തത് മാച്ച് ദ ഫോളോയിങ് നോക്കാം. CO പ്ലസ് H2 ഗ്യാസ്, ഇത് രണ്ടുമാണ് കൂട്ടി പറയുന്ന പേരെന്താ? സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് അല്ലേ? അപ്പൊ A3 വരുന്ന നോക്കാം. ഓക്കെ, അടുത്തത് ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു. നമ്മൾ പഠിച്ചിരുന്നു ടെമ്പററി, അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഓപ്ഷൻ ഒരു ചോദ്യത്തിൽ വന്നിരുന്നു. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകാൻ കാരണം എന്താണ്? മാഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും ബൈ കാർബണേറ്റ് കൊണ്ടാണ്. സോ B1 ആണ് വരിക. MgHCO3 ട്വൈസ്, CHCO3 ട്വൈസ്. അപ്പോ B1 വരിക. അതേതാണ്? A3 വരുന്നത്, B1 വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ബാക്കി ഇവിടെ നോക്കാം. B2H6 നമ്മുടെ ഡൈബൊറൈൻ, B2H6ന്റെ എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ആൻഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ ഹൈഡ്രൈഡ്. അത് ശരിയാണ് അല്ലേ? ശരിയാ. ദെൻ H2O2 എന്താ? നോൺ പ്ലാനാർ സ്ട്രക്ചർ. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ നോൺ പ്ലാനാർ ആണെന്ന് പറയുന്നത് ശരിയല്ലേ? ശരിയാണ്. അതായത് നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താണ്? ഒരു ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ഓക്സിജൻ ഇങ്ങനെ വരും, പിന്നെ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട്, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട്. അത് കാണുമ്പോൾ എന്താ? ഒരു ബുക്ക് തുറന്നു വെച്ച പോലെ ഉണ്ട് ഇല്ലേ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടോ, ഇപ്പൊ ഇതൊരു നോക്കുകയാണെങ്കിൽ ഇതെന്താ? ഒരു ബുക്ക് തുറന്നു വെച്ച പോലെ ഉണ്ടാവും ഉണ്ടോ? ഇതുകൊണ്ടാണ് എന്ത് H2O2 അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഷേപ്പ് നമ്മൾ എന്ത് ഒരു പ്ലാനാർ സ്ട്രക്ചർ അല്ല, നോൺ പ്ലാനാർ സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണ് പറയാൻ കാരണം. അപ്പോ ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് H2O2 ഈസ് നോൺ പ്ലാനാർ മോളിക്യൂൾ ഹാവിംഗ് ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. പിന്നെ ഡൈബൊറൈൻ എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ദെൻ ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. പിന്നെ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ് H2 ഗ്യാസ് ഈസ് നോൺ ആസ് സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്, അല്ലെങ്കിൽ എന്താ അടുത്ത വേറെ പേര്? വാട്ടർ ഗ്യാസ്. അടുത്ത നോക്കൂ, വിച്ച് ഈസ് ദ കറക്റ്റ് തെർമൽ സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് H2E. നമ്മളോട് ഇവിടെ എന്താ പറയാ, കറക്റ്റ് തെർമൽ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് തെർമൽ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ വരിക? ഗ്രൂപ്പ് 16 ഹൈഡ്രൈഡുകളെ കുറിച്ചാണ് ചോദ്യം. നോക്കൂ, അവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തെർമൽ സ്റ്റേബിൾ ആരാണ്? അത് H2 ആണ് അല്ല? നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിഞ്ഞൂടെ? H2 ആണ് ഏറ്റവും കൂടുതൽ ആ ഗ്രൂപ്പ് 16ലെ തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾ ആരാണ്? H2 ആണ്. അത് കഴിഞ്ഞിട്ടേ പിന്നെ ആര് വരുന്നുള്ളൂ? പിന്നെ H2S വരും, പിന്നെ H2SC, ദെൻ H2TE, H2PO. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങളോട് ബോയിലിംഗ് പോയിന്റിന്റെ കേസ് ചോദിച്ചാലും തെർമൽ സ്റ്റെബിലിറ്റി ചോദിച്ചാലും പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ ഇതിന്റെ ബേസിസിറ്റി ചോദിച്ചാലൊക്കെ എന്താ? H2O ആണ് ഏറ്റവും കൂടുതൽ. അതുപോലെ അസിഡിക് നേച്ചർ ചോദിച്ചാൽ അതെന്താണ്? അസിഡിക് നേച്ചർ ചോദിച്ചാൽ ഏറ്റവും കുറവ് H2O ആണ്. പക്ഷെ pK വാല്യൂ നോക്കുകയാണെങ്കിൽ H2O ആണ് കൂടുതൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദ്യം? നോക്കാം. GeX4 ഓക്കെ ഈസ് മോർ സ്റ്റേബിൾ ദാൻ GeCl.
X2. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഇപ്പോൾ GeCl4 മോർ സ്റ്റേബിൾ ആണ് ആരേക്കാൾ? GeCl2നേക്കാൾ. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ആണോ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, കാരണം എന്താ? ഇവിടെ ഈ കേസിൽ ജെർമേനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ നോക്കൂ. ഇവിടെ ജെർമേനിയത്തിന്റെ +4 ആണ് വരുന്നത്. ഈ GeCl2ലാണെങ്കിൽ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. നമുക്കറിയാം ഏറ്റവും മുകളിലുള്ള ആളുകൾ ഇപ്പം എന്താ പറയുക, കാർബൺ, ജെർമേനിയം ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലുള്ള ആർക്കാണ്? അതിൽ ഓക്സിജൻ സ്റ്റേറ്റ് കൂടുതൽ കാണിക്കുന്ന ആരാണ്? +4 ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് വരിക. അതേസമയം താഴോട്ട് വരുമ്പോൾ, അതായത് നമ്മൾ ലെഡിന്റെ കേസൊക്കെ വരുന്ന സമയത്താണ് +2 അവിടെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സ്റ്റേബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ആ എ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കൂ, SnF4 ഈസ് അയോണിക് ഇൻ നേച്ചർ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. കാരണം എന്താ? SnF4 എന്ന് പറഞ്ഞാല് SN പൊതുവെ എന്താണ്? മെറ്റാലിക് നേച്ചർ കാണിക്കുന്നതാണ്. അപ്പം അത് പൊതുവെ ഒരു അയോണിക് ബോണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സോ അയോണിക് നേച്ചർ ആണ് കാണിക്കുന്നത്. ഇനി PbF4 ഈസ് കോവാലന്റ് ഇൻ നേച്ചർ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. നമ്മളിപ്പോ SnF4 അയോണിക് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് PbF4 എന്തായിരിക്കും? ഒന്നും കൂടെ അയോണിക് ആയില്ലേ ചെയ്യാ. സോ ആ PbF4 എന്താണ്? അയോണിക് നേച്ചർ ആണ് കാണിക്കുന്നത്. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. അപ്പൊ C ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്തത് നോക്കൂ, SiCl4 ഈസ് ഈസിലി ഹൈഡ്രോളൈസ്ഡ്. SiCl4നെ ഈസിലി ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. SiCl4 നമ്മൾ H2 ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ SiCl മാറിയിട്ട് അവിടെ ആര് വരും? അവിടെ SiOH4 വരും അല്ലേ? അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം, അപ്പൊ CCl4 ഉണ്ട്. CCl4നെ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈഡ്രോളൈസ് ചെയ്യാൻ കഴിയില്ല. റീസൺ എന്താ? റീസൺ SiCl4 ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും. റീസൺ എന്താ ചോദിച്ചാല് CCl4ൽ നോക്കുമ്പോൾ അവിടെ കാർബൺ അല്ലേ? ഈ കാർബണിൽ ഡി ഓർബിറ്റൽ ഉണ്ടോ? ഇല്ല. അപ്പം ഡി ഓർബിറ്റലിന്റെ ആബ്സെൻസ് കൊണ്ടാണ് CCl4നെ ഹൈഡ്രോളൈസ് ചെയ്യാൻ കഴിയാത്തത്. അതേസമയം സിലിക്കണിലാണെങ്കിൽ അവിടെ എന്താ? ഡി ഓർബിറ്റൽ, വേക്കൻറ്റ് ഡി ഓർബിറ്റൽ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? ഹൈഡ്രോളൈസ് ചെയ്യും. വളരെ പെട്ടെന്ന് ഹൈഡ്രോളൈസ് ചെയ്യാൻ കഴിയും. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഈസ് അനേബിൾ ടു ഫോം MF6 3-1 അയോൺ? ഇതിൽ ഇങ്ങനെ ഈ ഒരു MF6 3- അയോൺ ഫോം ചെയ്യാൻ കഴിയാത്ത ഇതിൽ ആരാണ്? നോക്കൂ, ഗാലിയം ആണോ, അലുമിനിയം ആണോ, ബോറോൺ ആണോ, ഇന്ത്യ ആണോ? ഏതാണ് വരിക? ഓപ്ഷൻ C ആണ് വരിക. അതായത് B ആണ്. ബോറോൺ ആണെന്ത് ഇങ്ങനെ ഫോം ചെയ്യാൻ കഴിയാത്തത്. ഓക്കെ, അതായത് BF6 3- എന്നുള്ള സ്റ്റേറ്റ് ബോറോണ് കാണിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം ഇതിങ്ങനെ പോസിബിൾ ആണോ? അല്ല. അതായത് ബോറോണില് എന്തില്ല? ഡി ഓർബിറ്റലിന്റെ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫോം കിട്ടില്ല. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ പഠിച്ചിരുന്നു ബോറോൺ എന്ത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ അതിൽ നിന്ന് കാണിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി അടുത്ത് നോക്കൂ, the correct order of atomic radii in group 13 element is. ഗ്രൂപ്പ് 13 എലമെന്റിന്റെ ആറ്റമിക് റേഡിയന്റെ കറക്റ്റ് ഓർഡർ നമ്മൾ ആ എക്സെപ്ഷൻസ് പറഞ്ഞതാണ് അല്ലേ? അപ്പൊ ഇതാണ്ടോ ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യം. ഇതിലെ ആൻസർ ഏതാ വരിക? നമുക്കറിയാം എന്തായാലും ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആ ക്രമം എന്തായാലും വരില്ല എന്നറിയാം അല്ലേ? എക്സെപ്ഷൻസ് വരുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാലിയത്തിന്റെ ആറ്റമിക് സൈസ് പൊതുവെ കുറവാണ് അലുമിനിയത്തിനേക്കാൾ ആണല്ലോ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബോറോൺ ലെസ് ദാൻ, പിന്നെ ഗാലിയം, അത് കഴിഞ്ഞിട്ടാണ് അലുമിനിയം വരുന്നത്. നെക്സ്റ്റ്, ഇൻ വിച്ച് പെയർ ഓഫ് അയോൺസ് ബോത്ത് ദ സ്പീഷീസ് കണ്ടെയ്ൻ SS ബോണ്ട്? തന്നിരിക്കുന്നതിൽ SS ബോണ്ട് ഉള്ളത് ആരിലാണ്? ഓക്കെ, നോക്കാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നോക്കൂ, ABCD തന്നിരിക്കുന്നതിൽ എയിലാണെന്ത് കറക്റ്റ് SS ബോണ്ട് കാണിക്കുന്നത്. S4O6 2- അതുപോലെ S2O3 2- എന്ത് SS ബോണ്ട് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, S4O6 2- അതായത് ഓക്സോ ആസിഡ് ഓഫ് സൾഫറിന്റെ കേസാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇവിടെ SS ബോണ്ട് വരുന്നത്
ഒന്ന് ഈ കേസിൽ വരുന്നുണ്ട്. പിന്നെ അടുത്തത് S2O3 2 - 1 ഉണ്ടോ, ഇവിടെ SS ബോണ്ട് വരുന്നുണ്ട്. ബാക്കി തന്ന ഓപ്ഷനിലൊന്നും എന്തില്ല, ബാക്കിയുള്ളതിലൊക്കെ SOS ബോണ്ടാ ഉള്ളത്. ഉണ്ടോ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ O ബോണ്ട് H2S2O ആയിട്ട്. നെക്സ്റ്റ്, which one of the following order is correct for the bond dissociation enthalpy of halogen molecule? ഹാലജൻ മോളിക്കൂളിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ കറക്റ്റ് ഓർഡർ നമുക്കറിയുന്ന കാര്യമില്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഉള്ളത്, ഹാലജനില് Cl2 ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ബ്രോമിൻ, പിന്നെയാണ് ഫ്ലോറിൻ വരുള്ളൂ. നമ്മളെ എക്സെപ്ഷൻ പറഞ്ഞതാണ്. പിന്നെ അയഡിൻ. ഈ വരുന്ന ഓർഡർ ഏതാണ്? ഓപ്ഷൻ സി. കണ്ടോ, അപ്പൊ റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരുന്നുണ്ട്. ലാസ്റ്റ് ചോദ്യം, എമംഗ് ദ ഫോളോയിങ് ദ കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റീസ്. അസിഡിറ്റിയുടെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ക്ലോറിന്റെ ഓക്സൈഡുകളാണ് തന്നിട്ടുള്ളത്. നോക്കൂ, ഓക്സോ ആസിഡ്സ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ ക്ലോറിന്റെ ഇപ്പൊ സെൻട്രലായിട്ട് തന്നിട്ടുള്ളത് ആരാണ്? ക്ലോറിൻ ആണല്ലോ. അത് നമുക്ക് ഇങ്ങനെ ഓക്സോ ആസിഡ് തന്നു കഴിഞ്ഞാൽ അതില് അസിഡിറ്റി കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, ഹൈലി അസിഡിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഇവിടെ ഓരോന്ന് നോക്കാം. ഇപ്പോ HClO4 അതെടുക്കുകയാണെങ്കിൽ ഇവിടെ Cl ആണ് സെൻട്രല്. അപ്പൊ Clന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഈ കേസിൽ എന്താ വരുന്നത്? ഇവിടെ നോക്കൂ, ഓൻ്റെത് -2 ആയതുകൊണ്ട് ഇവിടെ -8 വരും. ഇവിടെ ഹൈഡ്രജന്റെ +1 വരും. അങ്ങനെയെങ്കിൽ ക്ലോറിന്റെ ഈ കേസിൽ +7 വരണം. അപ്പോൾ HClO4ന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +7 ആണ് വന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ വന്നത്. ഇനി എന്തായാലും അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഹൈലി അസിഡിക് ആയിട്ട് വരിക. അപ്പൊ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി ബാക്കി കൂടെ നോക്കാം. HClO3 ഈ കേസിലാണെങ്കിലോ HClO3യില് Clന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്ര വരുന്നത്? ഇവിടെ O3ന്റെ അവിടെ -6 വരും. Hന്റേത് +1ഉം. അപ്പൊ അങ്ങനെയെങ്കിൽ Clന്റേത് +5 ആണ് വരിക. അപ്പൊ രണ്ടാമത്തേതിൽ +5 വന്നു, ഇവിടെ +7 വന്നു. ഇനി അടുത്ത് നോക്കൂ, ഇനി HClO2 ആണോ HClO ആണോ വലുത് നോക്കണം. അപ്പൊ അവിടെ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കാം. അപ്പൊ HClO2ൽ എന്ത് വരും? HClO2ലാണെങ്കിൽ ഇവിടെ -4, ഇവിടെ +1. Clന്റെ എത്ര വരും? +3 ആണ് Clന്റെ വരിക. അപ്പൊ HClO2ല് +3 വന്നു, ഇവിടെ +3 വന്നു. ഇനി HClO എന്ത് വരും? HClOയിൽ നോക്കൂ, HClO ഇവിടെ ഓക്സിജന്റേത് -2, Hന്റേത് +1, അല്ലെങ്കിൽ Clന്റേത് +1. അപ്പൊ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? തന്നിരിക്കുന്ന ക്ലോറിന്റെ ഓക്സോ ആസിഡ്സിൽ HClO4ന്റേത് അതിൽ Clന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +1, HClO2ന്റേത് +3, HClO3യിൽ +5, then HClO4ൽ +7. അപ്പൊ ഇവിടെ Clന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കൂടുതൽ ആരാണ്? HClO4 ആണ്. ഏറ്റവും കുറവ് HClOയുമാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ കറക്റ്റ് അസിഡിറ്റിയുടെ ഓർഡർ ഏതാണ് വരിക? അപ്പൊ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈലി അസിഡിക് ആയിട്ട് വരുന്നത് HClO4 ആണ്. കാരണം അവിടെ Clന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കൂടുതലാണ്. ഇനി ഏറ്റവും കുറവ് ആരാ? HClO ആണ്. മനസ്സിലായല്ലോ? അപ്പൊ കറക്റ്റ് അസിഡിറ്റി ഓർഡർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായില്ലേ? ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് H3PO2, അതുപോലെ H3PO3, then H3PO4. അപ്പൊ ഇതിൽ ഏതാണ് അസിഡിക്? ഹൈ അസിഡിക് ആരാ? അപ്പൊ അതറിയണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ സെൻട്രൽ ആയിട്ടുള്ളത് ഫോസ്ഫറസ് അല്ലേ, ഫോസ്ഫറസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കിയാൽ മതി. ഇപ്പൊ H3PO2ല് ഫോസ്ഫറസിന്റെ എത്ര വരിക? ഇവിടെ ഓക്സിജന്റേത് ഇവിടെ +4 വരും, സോറി -4 വരും, ഇവിടെ +1. അങ്ങനെയെങ്കിൽ ഇവിടെ ഫോസ്ഫറസിന്റെ എത്ര വരണം? ഇവിടെ +3 വരണം. മനസ്സിലായോ? അപ്പോ ഫസ്റ്റ് കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഈ കേസിൽ H3PO2ലാണെങ്കിൽ +3 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നത്. ഇനി H3PO3 നോക്കൂ, H3PO3ലാണെങ്കിൽ ഇവിടെ -6 വന്നു, ഇവിടെ +1 വന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ Pന്റെ എന്ത് വരും? H3PO3യിൽ പറയൂ.
ഇവിടെ +3 വരും. നേരത്തെ ചെയ്തത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നോക്കൂ. H3PO2 അല്ലേ? H3PO2ലാണെങ്കിൽ ഇവിടെ 2 ആയതുകൊണ്ട് -4, ഇവിടെ 3 ഉണ്ട്, അപ്പം +3 ആണ് വരിക. അപ്പൊ ഇവിടെ Pന്റെ എന്ത് വരും? +1 വരും. ഓക്കെ, ഫസ്റ്റ് കേസിൽ H3PO2ല് +1 ആണ് ഓക്സിജൻ സ്റ്റേറ്റ് വരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മാറിയതാണ്. അടുത്ത് നോക്കൂ, H3PO3ലാണെങ്കിലോ? H3PO3ലാണെങ്കിൽ ഇവിടെ -6 വരും, ഇവിടെ +3 വരും. അങ്ങനെ ഇവിടെ ഫോസ്ഫറസിന്റെ എത്ര വരിക? +3 ആണ് വരിക അല്ലേ? ഇനി H3PO4 ആണെങ്കിലോ? H3PO4 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ -8 വരും, ഇവിടെ +3 വരും, ഫോസ്ഫറസിന്റെ +5 വരും. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഏതിലാണ്? +5 കാണിക്കുന്നത് H3PO4ലാണ്. അതുകൊണ്ട് തന്നെ H3PO4 ആണ് ഹൈലി അസിഡിക്. അത് കഴിഞ്ഞിട്ട് H3PO3, കാരണം എന്താ? അതിൽ Pന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 3 ആണ്, +3 ആണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വീക്കസ്റ്റ് വരുന്ന ആരാണ്? H3PO2 ആണ്, കാരണം അതിൽ ഫോസ്ഫറസിൻ്റെത് +1 ആണ് വരുന്നത്, ഇവിടെ +3 വന്നു. H3PO4ല് +5 വന്നു. അപ്പൊ റീസൺ മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഓക്സോ ആസിഡ്സ് കിട്ടി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അതിന്റെ അസിഡിറ്റി ഓർഡർ കണ്ടുപിടിക്കാൻ സിമ്പിൾ മെത്തേഡ് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ആ സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹയർ ആണെങ്കിൽ അതായിരിക്കും ഹൈലി അസിഡിക്. ഇനി ബേസിറ്റി ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് എഴുതിയാലും മതി. അപ്പൊ ഇത് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പം ഇതുവരെ ചോദിച്ച PSC P ബ്ലോക്കിൽ നിന്ന് ചോദിച്ച അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നീറ്റ് എക്സാമിന് വന്ന 25ഓളം ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ പറഞ്ഞത് ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.